ഇനി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രി കണ്ടന്റ് എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മറക്കരുത്, നമ്മൾ കുറച്ച് സമയം എന്തായാലും സാമ്പിൾ പേപ്പറിന് വേണ്ടിയിട്ട് ഡിസ്കഷന് വേണ്ടി ഉണ്ടാവും. അപ്പോൾ ചെയ്തിട്ട് കൊണ്ടുവരണം. അതുപോലത്തെ 5 പേപ്പേഴ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ പിൻ ചെയ്ത് എടുത്തു വെക്കണം. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ലാസ്റ്റ് നമുക്ക് 21st ഫിസിക്സ് എക്സാം. അത് കഴിഞ്ഞ് 5 ദിവസമുണ്ട്. ആ 5 ദിവസത്തിൽ 2 ഫുൾ ഡേ നമ്മളിവിടെ ക്ലാസ് ഉണ്ടാവും, പിന്നെ ഒരു ദിവസം ഹാഫ് ഡേ കേട്ടോ. പക്ഷെ ആ 2 ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് തീർക്കാൻ പറ്റണം. ഫുൾ ഡേയിൽ നമുക്ക് കുത്തിയിരുന്ന് രാവിലെ ഇരുന്ന് കണ്ടന്റ് ഒരു ദിവസം തീർക്കാൻ പറ്റണം. ഓക്കെ, 21st തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ക്ലാസ് വെക്കില്ല, 22nd വെക്കില്ല. നിങ്ങൾ പഠിച്ചിട്ട് വരാൻ പറയും, പഠിച്ച് കണ്ടന്റ് പഠിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് 22nd ഒരു ദിവസം നിങ്ങൾക്ക് ഫുൾ ഇരുന്ന് പഠിക്കാൻ പറ്റും. 23rd വരുമ്പോൾ അതിൽ മുഴുവൻ കണ്ടന്റ് ഓൾമോസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വരാൻ പറ്റും. കണ്ടന്റ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് 4-5 ചാപ്റ്റർ ഒരുമിച്ച് ഇങ്ങനെ നോക്കി ഓക്കെ ഓരോരുത്തർ പറഞ്ഞു അത് ഓക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വെറുതെ ഞാൻ ഡെലിവറി ചെയ്യുന്ന പരിപാടിയല്ല, പറഞ്ഞ് നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ തീർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് മുഴുവൻ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു തീർക്കണം. അത് കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന ഒരു ആൾക്കാർ ഇങ്ങനെയാണ്, ഒരു ചാപ്റ്റർ എടുക്കുന്നു, അതിന്റെ കണ്ടന്റ് വായിച്ചു, അതിന്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു, ആ ചാപ്റ്റർ മുഴുവൻ തീർക്കും. അങ്ങനെ പോകണം പരിപാടി ചെയ്യരുത്, മാർക്ക് കിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 10 ചാപ്റ്ററും ഒരേ ലെവലിൽ ഒരേ സ്ട്രെങ്ത്തിൽ ഓർമ്മ തന്നെ. അങ്ങനെ കിട്ടണമെങ്കിൽ ഡീറ്റെയിൽ അല്ല, ഒരുമിച്ച് ചാപ്റ്ററിന്റെ കണ്ടന്റ് പറയാനും അതുപോലെ തന്നെ ഓവർവ്യൂ കിട്ടണം കേട്ടോ. ഓവർവ്യൂ കിട്ടണം, എങ്കിൽ മാത്രം അത് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ മാർക്കായിട്ടുള്ള 95% മുകളിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ട്രാറ്റജി കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിക്കുന്നത് മറന്നുപോകും, റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് നിങ്ങളെ കുറിച്ച്. എന്താണ് നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന ബുക്കിൽ ഞാൻ ചെക്ക് ചെയ്തു അല്ലേ, ആ വന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തു. അപ്പോൾ എഴുതിയൊന്ന് കാണിച്ചത് ഇതുപോലെ എഴുതിയാ കൊണ്ടുവന്നാ ഫ്രണ്ടില് ബുക്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓർത്ത് പോക, ആ ബുക്കിൽ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുന്നു. മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ചാപ്റ്ററിന്റെ പാസ്റ്റ് 10 ഇയർ. നിങ്ങൾക്ക് തന്നേക്കുന്ന ബുക്ക് 2010 മുതൽ 2020 വരെയുള്ള പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ടോപ്പിക് ബേസ് ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി അതിനേക്കാളും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസോ ബാക്കി കാര്യങ്ങൾ ഹോട്ട് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ കുറെ ഡെലിവറി ചെയ്തിടാം. അപ്പോൾ ഭയങ്കര കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതിലല്ല എൻജോയ്മെന്റ്. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യന്റെ ടൈപ്പ് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ. അതിലേക്ക് വരിക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങളപ്പോ ഈ ബുക്ക് ഉണ്ട്, ഈ ബുക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആ ദിവസം നോക്കാവൂ. അത് നല്ല ക്ലാരിറ്റി ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യനിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾ കുറെ വൈഡ് ആയിട്ട് ചവർ പോലെയൊക്കെ പഠിക്കും, എന്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി എന്നുള്ളത് വരില്ല. അപ്പോൾ ഒന്നും കൂടി പറയാം, 10 സാമ്പിൾ പേപ്പർ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വായിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ 5 എങ്കിലും നിങ്ങൾക്ക് വിത്ത് സ്റ്റാപ്ലർ ചെയ്ത് വെക്കണം. ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 2 ദിവസം കൊണ്ട് കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 3 ദിവസം ഉണ്ട്, ടോട്ടൽ 5 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയ്യിൽ കിട്ടും. 2 ദിവസം കൊണ്ട് കണ്ടന്റ് തീർത്തേക്കണം. ബാക്കി 3 ദിവസം മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ മാർക്ക് നല്ല ഭയങ്കര എക്സാമിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരരുത്. ആ രീതിയിൽ ഇരിക്കണം, എങ്കിൽ മാത്രമാണ് അത് മാർക്കായിട്ട് വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇനി ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ സമയത്ത് തല ആലോചിച്ചാൽ കിട്ടില്ല. നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാ. ഇനി നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് വരാം. ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ. ഹെഡിങ് ഒന്ന് എഴുതി വെച്ചേ. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് പഠിച്ചതാണെന്ന് അറിയാം, എങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ടോപ്പിക്സുകൾ ഞാൻ ഓർഡറിൽ പറയാം. അതിൽ ഏതെങ്കിലും കണ്ടന്റോ ഏതെങ്കിലും ഏരിയയിൽ ടോപ്പിക് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. അല്ലാതെ മുഴുവനും ഇങ്ങനെ അന്ന് എടുത്ത പോലെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പോകും. ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ അത് ആദ്യം വരുന്നത് എന്തായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് 2 പേജ് ഉണ്ട്. ആ പേജ് ഓർത്ത് വെക്കാൻ ഒറ്റ വേർഡ് മതി, ലോൺ. LOAN ഒന്ന് എഴുതി വെച്ചേ. LOAN, ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. LOAN, ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് O4 എന്തായിരിക്കും? ഓക്സിഡേഷൻ. A4 എന്തായിരുന്നു? ആനോഡ്. N എന്തായിരുന്നു? നെഗറ്റീവ്. അപ്പൊ കാഥോഡിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും?
കാഥോഡ് എന്തായിരിക്കും? റൈറ്റ് റിഡക്ഷൻ പോസിറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റിന്റെ ടൈപ്പിലേക്ക് നേരെ എൻ്റർ ചെയ്യുന്നത്. ക്വസ്റ്റിന് വേണ്ടി എന്ത് പഠിക്കാം? നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റിന് വേണ്ടി ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ബാറ്ററി ആണ് ഈ ചാപ്റ്റർ മെയിൻ. എന്തായിരുന്നു? ബാറ്ററി. ബാറ്ററിയുടെ ഡെഫിനിഷൻ എന്തായിരിക്കും ബാറ്ററി? കെമിക്കൽ റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ? അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് എന്തുണ്ടാവും? ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. അങ്ങനെയുള്ളതിനെയാണ് ഇലക്ട്രോലിറ്റിക് സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്നൊക്കെ വിളിക്കുന്നത്. അവിടെ വന്ന സമയത്ത് ഇവിടെ രണ്ട് ഇതൊക്കെ കൊടുത്തു. ലെഫ്റ്റില് എന്തായിരിക്കും എന്നാ പറഞ്ഞ? ഓക്സിഡേഷൻ ആയിരിക്കും. അതിലെന്തായിരിക്കും? ആനോഡ്. അതിലെന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതില് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. സോൾട്ട് ബ്രിഡ്ജ് എന്തായിരുന്നു ആക്ച്വലി? ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. സോൾട്ട് ബ്രിഡ്ജിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല, പക്ഷെ അത് ചോദിക്കാം. എന്തുകൊണ്ട് ചോദിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജിന്റെ ഭയങ്കരമായിട്ടുള്ള ഡെഫിനിഷൻ അടിപൊളിയായിട്ട് നല്ല വേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് എവിടെയായിരുന്നു? 11th ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ എവിടെ നിന്നായിരുന്നു? റിഡോക്സ്. ഈ ചാപ്റ്റർ ഏതായിരുന്നു? റിഡോക്സ് അല്ലെ? 11th ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെ? റിഡോക്സ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ റിഡോക്സ്. റിഡോക്സ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഇവിടെ ഓർത്തു വെക്കാം. ഇവിടെ നമ്മൾ ലോൺ എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് എഴുതുന്ന സമയത്ത് ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പിക്ചറിൽ കൊടുക്കുമ്പോൾ ഇതിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ കാഥോഡിൽ എന്തായിരിക്കും? റിഡക്ഷൻ. അപ്പൊ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ എന്തായിരിക്കും? റിഡക്ഷനും. രണ്ടും കൂടി നടക്കുമ്പോൾ എന്തായിരിക്കും? റിഡോക്സ്. ഇനി ഇവിടെ വരുന്ന ഇക്വേഷൻ ഇതിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ ആദ്യത്തെ പേജിൽ തന്നെ ഇതുണ്ട്. ഈ പേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതിൽ നിന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു പോകും. പലപ്പോഴും ഇതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിൽ നിന്ന് ചോദിക്കും. ഇത് എത്ര വോൾട്ടാ? 1.1 വോൾട്ട്. 1.1 വോൾട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. നിങ്ങൾക്ക് അറിയാലോ ബാറ്ററി. അപ്പൊ ഇതിങ്ങനെ കൊടുത്തിട്ട് 1.1 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാറ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ? ഓക്കെ, ഇവിടെ കോപ്പർ, ഇവിടെ സിങ്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡൊക്കെ കൊടുത്തു. ഇവിടെ ഇതൊന്ന് നോക്കിയേക്കാം. സിങ്ക് ആണ് ഇവിടെ അല്ലെ? ഇവിടെ എന്തായിരുന്നു? കോപ്പർ. ഈ Zn എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡ് ഉണ്ട്. Zn എന്താവും? Zn 2++2 ഇലക്ട്രോൺ. ഇത് പറയാൻ വേണ്ടിയിട്ടല്ല. ഇതെന്താണ്? ഓക്സിഡേഷൻ അല്ലെ? ഓക്സിഡേഷൻ. ഇവിടെ എന്തായിരിക്കും? Cu 2++2 ഇലക്ട്രോൺ gives Cu. റിഡക്ഷൻ. ടേമുകളൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോക്കാം. ഇതിലെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കണമല്ലോ. ഇലക്ട്രോണിന്റെ ഫ്ലോ എന്തായിരിക്കും? കറണ്ടിന്റെ ഫ്ലോ എന്തായിരിക്കും? ആദ്യത്തെ എക്സസൈസിൽ 3 ക്വസ്റ്റ്യൻ. ഇലക്ട്രോകെമിസ്ട്രിയിൽ ചെയ്യേണ്ടത് ആകെ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ. 18 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഇലക്ട്രോകെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ചെയ്യണം. സൊല്യൂഷനിൽ ഞാനത് പറഞ്ഞില്ല. കണ്ടമാനം ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സമയം ഉണ്ടാവില്ല. നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിരിക്കണം. 2 ചാപ്റ്ററിലാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇലക്ട്രോകെമിസ്ട്രി, ബയോമോളിക്യൂൾ. ഇലക്ട്രോകെമിസ്ട്രിക്ക് ഹയസ്റ്റ് വെയിറ്റേജ് ആണ്. ബയോമോളിക്യൂളിന് ബാക്കിൽ 26 ക്വസ്റ്റ്യൻ. അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഈ 2 ചാപ്റ്ററിന്റെയും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറച്ചുള്ളൂ, പെട്ടെന്ന് തീർക്കാൻ പറ്റും. ബാക്കിയുള്ളത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യണം. പക്ഷെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യാം. ടൈം നമുക്ക് ബെൻഡ് ചെയ്യാൻ. കാരണം ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കുന്നില്ല ആ ടൈപ്പുകളായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, കെമിക്കൽ കൈനറ്റിക്സ്. അതിലൊരു ഗ്രാഫ് വരക്കാൻ പറയുന്നുണ്ട്. വലിയൊരു എളുപ്പമാണ് ആക്ച്വലി. പക്ഷെ അത് കുറെ സമയം എടുത്ത് പോയി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കെമിക്കൽ കൈനറ്റിക്സിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 30 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലൊക്കെ കുറച്ചുണ്ട്. ഇത് എളുപ്പമാണ്. ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ Zn കണ്ടോ? ഇതാണ് സിങ്ക് റോഡ്. ഇവിടെ എന്തായിരിക്കും? ZnSO4. ഇവിടെ എന്തായിരിക്കും? കോപ്പർ സൾഫേറ്റ് CuSO4. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സിങ്ക് എന്ന് പറയുന്നത് ഈ സിങ്ക് ആണ്. ഈ സിങ്ക് ഇതിലേക്ക് ഡിസോൾവ് ചെയ്യും. കണ്ടോ? Zn 2++2 ഇലക്ട്രോൺ. അപ്പൊ ഈ റോഡ് എന്താവും? ചെറുതായിക്കൊണ്ടിരിക്കും. ഈ ഇലക്ട്രോണില്ലേ, ഈ ഇലക്ട്രോൺ ആണ് ഇത് ഇങ്ങനെ പോകും. കണ്ടോ? ഓർത്ത് നോക്കുക. ഈ ഇലക്ട്രോൺ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയി ഇവിടെ ചെല്ലും. കോപ്പറിന് എടുത്താലും കോപ്പറിന്റെ ഇലക്ട്രോൺ വേണ്ട. കോപ്പർ വേണ്ട ഇലക്ട്രോൺ.
കോപ്പറിന് വേണോ? വേണ്ടല്ലോ, കോപ്പർ സാറ്റിസ്ഫൈഡ്. ഇവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്, അതാണ് Cu2+. അത് 2 ഇലക്ട്രോൺ റിസീവ് ചെയ്ത് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ റോഡ് എന്താവും? വലുതായിക്കൊണ്ടിരിക്കും. ഈ റോഡ് എന്താവും? ചെറുതാവും. ഈ റോഡ് എന്താവും? ചെറുതാവും. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് തീർന്നു പോകും. ഇതെന്താവും? ഫിഗർ ആവും. അപ്പോഴാണ് ബാറ്ററി ഡെഡ് ആവുന്നത്. ഇതെല്ലാം എന്ത് ബാറ്ററിയാ? പ്രൈമറി ബാറ്ററി, നോട്ട് റീചാർജബിൾ ബാറ്ററി. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയില്. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഫ്ലോ. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കണം, അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്തായിരുന്നു? ആനോഡ് ടു കാഥോഡ്. ഞാൻ അതാ പഠിച്ചു വെച്ചേക്കുന്നത്. കറണ്ടിന്റെ ഫ്ലോ അതിന്റെ ഓപ്പോസിറ്റ്, അത്ര പഠിക്കുള്ളൂ, അങ്ങനെ പറയുള്ളൂ. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ എന്തായിരിക്കും? കാഥോഡ് ടു ആനോഡ്. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇല്ല, രണ്ടാമത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ഈ ടോപ്പിക് മനസ്സിലാവണമെങ്കിൽ അവിടെ തീർത്ത് പോകണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ എന്ന് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ഇ സെൽ എന്നാണ് നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ആദ്യത്തെ ടോപ്പിക്കിൽ ഇ നോട്ട് സെൽ ഈക്വൽ ടു എന്തായിരുന്നു? ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. ഇത്രയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കണ്ടന്റിൽ കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. സെൽ റെപ്രസെന്റേഷൻ ഇക്വേഷൻ എന്ന് പറയും കേട്ടോ. ഈ രണ്ട് ഇക്വേഷനെയും ഒരുമിച്ച് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെങ്ങനെ എഴുതണം? Zn ഇത് എങ്ങനെ എഴുതി പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്ക്. Zn2 പ്ലസ് 2 ഇലക്ട്രോൺ. ഇവിടെ എന്തായിരിക്കും? Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? Cu. ഓക്കെ, ദെൻ ഇവിടെ ഇലക്ട്രോൺസ് എന്താവും? കട്ടാവും. അപ്പൊ എങ്ങനെയായിരിക്കും ഓവറോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞേ? പിന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ വരുന്ന എപ്പോഴും ഇങ്ങനെ ആയിരിക്കുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷനിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും, മിക്കതും കൂടുതൽ തരുന്ന ഇങ്ങനെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇത് കണ്ട Zn2+ ഇങ്ങനെ എഴുതേണ്ടി വരും നിങ്ങൾ. എന്നിട്ട് ഇവിടെ ഓക്സിഡേഷൻ ആനോഡ് എന്ന് എഴുതണം. ദെൻ Cu2+ ഗീവ്സ് Cu, എന്നിട്ട് ഇത് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഇങ്ങനെയായിരിക്കും. ഇതിൽ ആരാണ് ആനോഡ്? എങ്ങനെ കിട്ടി? Zn ഓക്സിഡേഷൻ നമ്പർ എന്താ? ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 0 എന്നാണ്. ഇത് 2+ ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത റിഡക്ഷൻ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ MnO4 ഒരു ക്വസ്റ്റൻ ഉണ്ട്, 1 ഫാരഡേ. നിങ്ങൾക്ക് ഇപ്പോ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായല്ലോ, ആർക്കായിരുന്നു അത്? ആ ഒരു ക്വസ്റ്റന്റെ വേറൊരു വെറൈറ്റി ടോക്കച്ചിലായിരുന്നു എന്നാ തോന്നണേ. വിശാലെ CrO3 ഒരു ക്വസ്റ്റൻ കണ്ടു ഒരെണ്ണുണ്ടായിരുന്നില്ലേ, ഒരു ഫാരഡേ വരുന്നത് അല്ലേ? ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ടോക്കച്ചിൽ ഇല്ലേ കേട്ടോ. ഒരു ആ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആയിരിക്കും എന്ന് നോക്കിയിട്ട് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നതാണ്. അപ്പോ എനിവേ അതിലേക്ക് പറഞ്ഞുതരാം. അപ്പോ ഇത് നിങ്ങൾ അത് അറിയണം കേട്ടോ. ഓർത്ത് നോക്കും. ഇവിടെ എത്ര ഇലക്ട്രോൺ ഡിഫറൻസ് വരിക? 2. ഇവിടെ എത്രയായിരിക്കും ഡിഫറൻസ് വരുന്നത്? 2 കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കണം. ഇനി സെൽ റെപ്രസെന്റേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? Zn ബാർ Zn2+ ഡബിൾ ബാർ C. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ് ഇവിടെ പഠിച്ചേക്കുന്നത്. ഇ നോട്ട് സെൽ ഓൾവേസ് എന്തായിരിക്കണം? ഇ നോട്ട് സെൽ ഓൾവേസ് പോസിറ്റീവ്. സോ ഇ നോട്ട് കാഥോഡ് ഓൾവേസ് ഹയർ വാല്യൂ. കാഥോഡ് വാല്യൂ ഓൾവേസ് ഹയർ വാല്യൂ ദാൻ ദാറ്റ് ഓഫ് ആനോഡ്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ തരുമൊന്നുമില്ല, ഇക്വേഷൻ തരുമൊന്നുമില്ല. അവര് തരും സ്കാൻഡിയം, വനേഡിയം, ഇതിന്റെ വാല്യൂ -1.5, ഇത് -1.2, which is anode and cathode. ഇവിടെ പറഞ്ഞു ഇതിൽ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്? ആനോഡ് പറഞ്ഞാൽ മതി ഇതിൽ, അല്ലെ കാഥോഡ് പറഞ്ഞു. കാഥോഡ് വി വനേഡിയം കാഥോഡ്. ശരിയാണ്. എന്തുകൊണ്ടാ? വനേഡിയം കാഥോഡ് ആവാൻ ഹയർ വാല്യൂ ആണ് കേട്ടോ. മൈനസ് ആണ്. അപ്പോ അല്ലെ, മൈനസ് വരുമ്പോ ഇത് അറിയാലോ. അപ്പോ മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വരിക. അപ്പൊ ഹയർ വാല്യൂ ആണ് കാഥോഡ്. ചെയ്തു നോക്കുമ്പോൾ എന്ത് കിട്ടണം? ഈ നോട്ട് പോസിറ്റീവ് ആവണം. വൈ ഈ നോട്ട് പോസിറ്റീവ് ആയാലേ സെൽ വർക്ക് ചെയ്യുള്ളൂ. വൈ? സ്പോണ്ടേനിയസ് ആണ്. എന്തുകൊണ്ട്? വൈ? അയാൾ പറഞ്ഞു അതിൽ നിന്ന് കണക്ട് ചെയ്യും. ΔG = -NF ഇ നോട്ട് സെൽ. അതാണ് ഗീവ് റീസൺ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നിന്ന് അതിലേക്ക് കണക്ട് ചെയ്യും. അത് ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർത്ത് നോക്കുക, അവർ തരുന്ന വാല്യൂ തന്നിട്ട് അവർ ഈ വാല്യൂ ഒക്കെ തരും. ചിലപ്പോൾ തരുന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ ഇത് നേരെ തിരിച്ച് ഇത് കാഥോഡ് ആനോഡ് അവർ ഓപ്പോസിറ്റ് ആക്കി തരും. എന്നിട്ട് ഈ സെല്ല് വർക്ക് ചെയ്യോ ഇല്ലയോ? വൈ? ഗീവ് റീസൺ.
അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇ നോട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇ നോട്ട് നെഗറ്റീവ് ആയ സെല്ല് വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞെഴുതും. ദിസ് ഇസ് ഡ്യൂ ടു എന്താ എഴുതണം? ഡെൽറ്റ ജി ഈക്വൽ ടു ഇത് ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. അപ്പോ ഇവിടെ ഇ നോട്ട് നെഗറ്റീവ് ആയ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ റീസൺ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അത് ഒരു ഇന്റേണൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഒന്ന് കേട്ടോ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല ഈ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. എന്ത് ഇ നോട്ട് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇ നോട്ട് കാഥോഡ് ഓൾവേസ് ഗ്രേറ്റർ വാല്യൂ. ഈ രണ്ട് കാര്യം എഴുതി വെച്ചേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ അത് എഴുതി വെച്ചേക്കണം. ചോദിച്ചു മതി. 0 വന്ന ഇക്വിലിബ്രിയം, 0 വന്ന എന്തായിരിക്കും? ഇക്വിലിബ്രിയം കേട്ടോ. ഓക്കെ, അപ്പൊ അല്ല, ഇ നോട്ട് സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ സെല്ല് വർക്ക് ചെയ്യുള്ളൂ. ഒരു ബാറ്ററി വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇ നോട്ട് പോസിറ്റീവ് ആണ്. വൈ? അത് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതാം? ഇ നോട്ടും ഡെൽറ്റ ജി എന്നുള്ള കണക്ഷൻ ആണ്. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. ഇ നോട്ട് സെൽ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി ഓൾവേസ് നെഗറ്റീവ്. നെഗറ്റീവ് വന്നാൽ സ്പോണ്ടേനിയസ്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ് എന്താണ്? ഇൻ കേസ് ഓഫ് ഇ നോട്ട് സെൽ പോസിറ്റീവ് കേട്ടോ. അപ്പൊ ഇ നോട്ട് സെൽ പോസിറ്റീവ്, ഡെൽറ്റ ജി ഓൾവേസ് നെഗറ്റീവ്. നെഗറ്റീവ് വന്നാൽ എന്തായിരിക്കും? അത് സ്പോണ്ടേനിയസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ കാര്യം എവിടെ പഠിപ്പിച്ചേക്കുന്നത്? തെർമോഡൈനാമിക്സ് 11th ഉള്ളതാണ്. 11th തെർമോഡൈനാമിക്സ് ലാസ്റ്റ് ടോപ്പിക് ആണ്. അത് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ബോർഡിൽ ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും പഠിച്ചു വെക്കണം. അത് അവിടെ നിന്ന് മിക്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ പഠിക്കാനുള്ളതാണ്. പക്ഷെ സ്പോണ്ടേനിറ്റി എവിടെ പഠിച്ചേക്കുന്നത് നമ്മൾ? അല്ലെ, 11th അപ്പൊ അതൊന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആക്കി വെച്ചേക്കണം. ഓർത്ത് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ഇവിടെ തീരാണ്. പക്ഷെ ഇതില് വേറൊരു ക്വസ്റ്റ്യൻ, ഇയാളുടെ നിന്ന് ഈ ബുക്ക് വാങ്ങിക്കുന്നതിന്റെ റീസൺ അതാണ്. ഈ പിക്ചർ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പിക്ചർ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. സ്പോണ്ടേനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അവിടെ വെൻ ഈ എക്സ്റ്റേണൽ ഈക്വൽ ടു 1.1 വോൾട്ട് കൊടുത്താൽ എന്ത് പറ്റും? ഡാനിയൽ സെല്ലിൽ അല്ല, അവർ കൊടുത്തേക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 1.1 വോൾട്ട് കൊടുത്തു. അപ്പൊ എന്ത് പറ്റും? സ്റ്റോപ്പ് ആവും. നോ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോ ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? 1.1 ആണ്. അപ്പൊ 1.1 തന്നെ എക്സ്റ്റേണൽ കൊടുത്താൽ എന്ത് പറ്റും? 0 ആയി പോകും. ഇനി രണ്ടാമത്തെ കേസ് അവർ പറയുന്നത് ഈ എക്സ്റ്റേണൽ ലെസ് ദാൻ 1.1. അപ്പൊ എന്ത് പറ്റും? ഇലക്ട്രോൺ ഫ്ലോ ഫ്രം എന്ത് പറ്റും? സിങ്ക് റോഡ് ടു കോപ്പർ ആൻഡ് ഹിയർ കറന്റ് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ഓർത്ത് നോക്കാം. കറണ്ട് കോപ്പർ ടു സിങ്ക് വരും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിങ്ക് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യും അല്ലെ? സാധാരണ രീതിയിൽ വർക്ക് ചെയ്യും. നോ Z ഡിസോൾവ് അറ്റ് ആനോഡ് ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റഡ് എ കാഥോഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം അല്ലെ? +1. ഇനി ഓർത്ത് നോക്കാം. വെൻ എക്സ്റ്റേണൽ കറന്റ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട് എന്ത് പറ്റും? എന്ത് പറ്റും? നേരെ ഓപ്പോസിറ്റ് വരും. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക് ആൻഡ് കറന്റ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്. ദെൻ നെക്സ്റ്റ് സിങ്ക് ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി ഇലക്ട്രോഡ്. അതൊക്കെ അതുപോലെ തന്നെ കേട്ടോ. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം ആ കാര്യം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇത് ഇലക്ട്രോണിന്റെ ഫ്ലോ നോർമലി ബാറ്ററി എങ്ങനെ വെച്ചാൽ എങ്ങനെ ഫ്ലോ ചെയ്യും? ആനോഡ് ടു കാഥോഡ് ഫ്ലോ ചെയ്യും ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇയാളുടെ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ ഒരു അഡാപ്റ്റർ ഉണ്ടാവും. ആ അഡാപ്റ്ററിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന 5 വോൾട്ട് എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് കൊടുക്കാം? 5നേക്കാളും ഗ്രേറ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? അതാണ് ചോദ്യം. അപ്പോൾ ആ 5 വോൾട്ട് എന്ന് പറയുന്നതിന് എക്സ്റ്റേണൽ ഫോഴ്സ് കുറച്ച് കൂടുതൽ കൊടുത്താൽ കുഴപ്പമില്ല, അത് ചാർജ് ആവും. മനസ്സിലായോ? ലോവർ ആണെങ്കിൽ എന്ത് പറ്റും? അത് വർക്ക് ചെയ്യണം എന്നില്ലെന്ന്. കറണ്ടിൽ പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ വ്യത്യാസമുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ DC ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല, നേരെ ഓപ്പോസിറ്റ് വരും. അതാണ് പറയുന്നത്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ബാറ്ററി ചാർജ് ആവണമെങ്കിൽ എന്ത് വേണം? ബാറ്ററി ചാർജ് ആവണമെങ്കിൽ 1.1 വോൾട്ടിനേക്കാളും എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ കറണ്ട് കൂടുതൽ കൊടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മുടെ അഡാപ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അഡാപ്റ്റർ അത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ മനസ്സിലായി, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് നമുക്ക് അതുപോലെ കൺവേർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് എന്താ? സെക്കൻഡറി ബാറ്ററി ആക്കാൻ പറ്റും. അപ്പൊ ഓർത്ത് നോക്കാം. ഇത് 1.1 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഡാനിയൽ സെല്ല്. അത്
1.1 വോൾട്ടിനേക്കാളും ലോവർ ആണെങ്കിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഇങ്ങനെ ഇതുപോലെ തന്നെ. എങ്ങനെയാ? ആനോഡിന് ഉണ്ടോ ഇലക്ട്രോൺസ് എവിടേക്ക് പോവും? കാഥോഡിലേക്ക് പോകും. കറണ്ട് വന്നേക്കുന്നത് എന്തായിരുന്നു? വരും. ഇതിനേക്കാൾ ഹയർ കൊടുത്താൽ എന്ത് പറ്റും? റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോൺസ് കേട്ടോ, ഓർത്ത് വെക്കുക. അത് ആ പിക്ചറിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ്. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത് ആദ്യത്തെ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് കണ്ടന്റ് അത്രയേ ഉള്ളൂ. ഇത്രയും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കഴിയും. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ 2 ക്വസ്റ്റൻസ് ചെയ്താൽ അവിടെ തീർന്നു ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് ഈക്വൽ ആണെങ്കിൽ എന്ത് പറ്റും? ഇല്ല. ഈക്വൽ ആണെങ്കിൽ നോ, ഇല്ലേ? നോ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, നോ കറണ്ട്. ലെസ് ആണെങ്കിൽ സാധാരണ പോലെ വർക്ക് ചെയ്യും. എക്സ്റ്റേണിനേക്കാളും ലെസ് ആണെങ്കിൽ എന്ത് പറ്റും? സാധാരണ 1.1 വോൾട്ടിനേക്കാളും ലെസ് വന്നാൽ എന്തായിരിക്കും? ആനോഡ് ടു കാഥോഡ്. അതാണ് ഇതിന്റെ പ്രോസസ്സ് അല്ലെ. ഇലക്ട്രോൺ ഒക്കെ പോകുന്നത് കണ്ടോ. ഈ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് സാധാരണ ലോവർ ആണെങ്കിൽ. ഹയർ വന്നാൽ എന്ത് പറ്റും? റിവേഴ്സ് വരും കേട്ടോ. അങ്ങനെ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് SHE ആണ്. SHE അടുത്ത ഹെഡിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. ഒരു ഡെഫിനിഷൻ 3 പോയിന്റ് അത്രേ ഉള്ളൂ അവിടെ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇത് കണ്ടോ, ഈ 2 എണ്ണം ഉണ്ടോ? ഇതിൽ ഒരെണ്ണം ഹൈഡ്രജൻ ആക്കി വെക്കും, സ്റ്റാൻഡേർഡ് ആക്കി വെക്കും. ഇതിൽ ഒരെണ്ണം എന്തായിരിക്കും? ഹൈഡ്രജൻ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന് അവർ കൊടുക്കുന്ന വാല്യൂ 0 എന്നാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ എത്ര കൊടുക്കുന്നത്? 0. അത് അവർ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. ഈ പേന 1 ആണെന്ന് പറയുന്നു. ഈ പേന വെച്ച് ഞാൻ ഈ ഇത് കണ്ടോ, ഈ ടേബിൾ മെഷർ ചെയ്തിട്ട് പറഞ്ഞു 10 പെൻ, 10 ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പേനയുടെ എത്രയാ? പേന 1. എന്തുകൊണ്ടാണ് 1 എടുത്ത്? യൂണിറ്റുകൾ എപ്പോഴും അസ്യൂം ആണ്. ആക്ച്വലി 1 സെന്റിമീറ്റർ ആദ്യമായിട്ട് ഇയാൾ കണ്ടെത്തിയിട്ട് പറഞ്ഞു ഇതാണ് 1 സെന്റിമീറ്റർ, എല്ലാവരും ഇത് എടുത്തു എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായി അല്ലേ. അത് SI യൂണിറ്റ് ആയി, റെക്കഗ്നൈസേഷൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളായി അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ ആ രീതിയിലാണ് എന്ത് യൂണിറ്റും എന്താണ്? കമ്പയറബിൾ ആണ് അല്ലെ. കമ്പയറബിൾ ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് പഠിച്ചിട്ടില്ലേ 11th എന്തായിരുന്നു? ആ 1 കിലോഗ്രാമിന് ഈക്വലന്റ് ആയിട്ട് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്? സ്വിറ്റ്സർലൻഡില് ഇല്ലേ. അത് ആറ്റത്തിന്റെ നമ്പർ വരെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ 11th പേജില്? ആറ്റത്തിന് ഇത്ര നമ്പർ അല്ല, അത് അവിടെ കെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അല്ലാതെ ഇയാൾ കരുതാണ് ലോകത്തിലുള്ള എല്ലാത്തിന്റെയും സിസ്റ്റം ഒക്കെ നശിപ്പിക്കാം എന്ന് കരുതിയാലും അവിടെ ആ യൂണിറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഓർത്ത് നോക്കുക, ഈക്വലന്റ് ആയിട്ടൊരു സംഭവം എടുത്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്രയായിട്ട് എടുക്കും? ഒരു 0. ഹൈഡ്രജൻ എത്രയായിട്ട് എടുക്കും? 0. അങ്ങനെ ഹൈഡ്രജനെ 0 ആക്കി എടുത്തിട്ട് ഇവിടെ റോഡ് ഉണ്ടാക്കും. പക്ഷെ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ, അപ്പൊ റോഡാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റിനം സിലിണ്ടർ പോലെ ഇമാജിൻ ചെയ്യാം. പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ആൻഡ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ്. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു പ്ലാറ്റിനത്തിന്റെ ബ്ലാക്ക് കളറിൽ കോട്ട് കൊടുക്കുന്നതിന് കാരണം ഒട്ടും റിയാക്റ്റീവ് ചെയ്യില്ല പ്ലാറ്റിനം. എന്നിട്ട് ഒരു സിലിണ്ടർ പോലെ ഇത് ഇവിടെ വെക്കും. എന്നിട്ട് താഴെ നിന്നുണ്ടാവും ബബിൾ ആയിട്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബബിൾ ത്രൂ ഇറ്റ്. ദെൻ അവിടെ ബ്രാക്കറ്റിൽ നിന്ന് എഴുതി വെക്കുക 1 മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് 1 ബാർ പ്രഷർ. അപ്പൊ ഈ ഒരാളില്ലേ, ഇതോ ഒരാള് നമ്മൾ ഹൈഡ്രജനെ വെച്ച് ഫിൽ ചെയ്തു. ഇനി അപ്പുറത്ത് നമുക്ക് കോപ്പർ മാച്ച് ചെയ്യാം. കോപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു എന്താണ് ചെക്ക് ചെയ്യും, ഡിവൈസ് വെച്ച് ചെക്ക് ചെയ്യും. അങ്ങനെ ഡിവൈസ് വെച്ച് ചെക്ക് ചെയ്യണ സമയത്ത്, വോൾട്ടോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണ സമയത്ത് 0-നേക്കാളും കൂടിയാൽ എന്ത് വരും? പോസിറ്റീവ്. 0-നേക്കാളും കുറഞ്ഞാൽ നെഗറ്റീവ്. അങ്ങനെ വെച്ചൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ആ ടേബിൾ ആണ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിൽ ഏറ്റവും ഹൈയസ്റ്റ് വാല്യൂ ആർക്കാണ്? നമുക്ക് തന്നേക്കുന്ന ടേബിളിൽ ഏറ്റവും ഹൈയസ്റ്റ് വാല്യൂ ഫ്ലൂറിൻ 2.87 എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. ഫ്ലൂറിൻ 2.87. അപ്പൊ കാണാൻ പഠിക്കണം കേട്ടോ. ഫ്ലൂറിൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2.87. ലോവസ്റ്റ് വാല്യൂ എല്ലാവർക്കും കിട്ടും ലിഥിയം അല്ലെ. അതുകൊണ്ടാണ് എന്ത് ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്താ? ലിഥിയം അയോൺ ബാറ്ററി. ലിഥിയം അയോൺ ബാറ്ററി എത്ര വാല്യൂ? -3.05 കേട്ടോ. ഒന്ന് എഴുതി വെക്കുക, അത് വരാം. ലിഥിയം -3.05. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക, ഹൈഡ്രജൻ എത്രയാണ്? 0 ആണ്. ഹൈഡ്രജൻ 0. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ പഠിക്കണ്ടേ? ഹൈഡ്രജൻ ഇലക്ട്രോഡ് എങ്ങനെയുണ്ടാകും? എങ്ങനെയാ? ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ്, എങ്ങനെയാ കൺസിസ്റ്റ് ചെയ്തേക്കുന്നത്? പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ആൻഡ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ത്രൂ ഇറ്റ്. ബ്രാക്കറ്റിൽ എന്ത് എഴുതിയേക്കണം? 1 മോളാർ കോൺസെൻട്രേഷൻ, 1 ബാർ പ്രഷർ. ഇത്രയാണ്. അത് വേർഡിൽ എഴുതിയാൽ നല്ല രസമാണ്, അടുത്ത സെന്റൻസ് ആക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി പിന്നെന്താണ്? 0 ആണെന്ന് കൊടുത്തു, ക്ലിയർ ആയിട്ട് കൊടുത്തു. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഇതെടുത്തല്ലോ, അടുത്ത പേജ് എടുത്തിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല മോനെ, നേരെ സോറി, ഇപ്പുറത്തെ പേജ്. ആ പാരഗ്രാഫിന്റെ മിഡിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു.
Mg2 പ്ലസ് ആൻഡ് Mg എങ്ങനെ കണ്ടത്? ഇതാണ് ഇപ്പൊ പഠിച്ചിരുന്നുള്ള ക്വസ്റ്റൻ ആണ്. പറഞ്ഞു ശരിയാ. അപ്പൊ ഓർത്ത് നോക്കാം എന്താ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കണക്റ്റഡ് വിത്ത് Mg. മനസ്സിലായി? ഇത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ? ഇതായിട്ട് എന്ത് വരും? മെഗ്നീഷ്യം ആയിട്ട് കണക്ട് ചെയ്യും. ഉണ്ടോ? മെഗ്നീഷ്യം ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷൻ എന്താ പഠിപ്പിച്ചേക്കുന്നത്? E0 cell equal to E0 cathode minus E0 anode. ഇങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത്? അപ്പൊ കാഥോഡ് എടുക്കുമോ ആനോഡ് എടുക്കുമോ? ഹൈഡ്രജൻ കാഥോഡ് ആകാം ആനോഡ് ആകാം. എന്തെടുക്കും? ലോകത്തിലുള്ള മെറ്റൽസ് എല്ലാം ഡാഷ് ആണ്, നെഗറ്റീവ്. ലോകത്തിലുള്ള എല്ലാ മെറ്റലും നെഗറ്റീവ്. ഇലക്ട്രോ പോസിറ്റീവ് എന്നാണ് നമ്മൾ മെറ്റൽസിനെ പറയാ. പക്ഷെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? അത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോ പോസിറ്റീവ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലോകത്തില് ജനറൽ മെറ്റൽസുകളെല്ലാം നെഗറ്റീവ് ആണെന്ന് ഓർത്തു വെക്കുക. എക്സെപ്ഷൻ 3 ആൾക്കാർ. ആരൊക്കെയാ? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ 3 ആൾക്കാർക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അയൺ ഇല്ല കേട്ടോ, ഓർത്ത് വെക്കാം. 3 ആൾക്കാർ. ഏതൊക്കെ ഫാമിലിയാ? ഏത് ഫാമിലി അത്? കോപ്പർ ഫാമിലി. ഏതൊക്കെയാ? കോപ്പർ. കോപ്പറിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആളാരാണ്? സിൽവർ. അതിന്റെ തൊട്ട് താഴെ ഗോൾഡ്. കേട്ടോ, അത് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് ഇടക്ക് നോക്കിക്കോ കേട്ടോ. പ്ലാറ്റിനം വരും, പക്ഷെ നോർമലി നമുക്ക് ഇവിടെ വരില്ല കേട്ടോ. ഓർത്ത് പ്ലാറ്റിനം 0 അല്ല, അതിന്റെ വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 3 വെച്ച് ചോദിക്കാറുള്ളൂ. എന്തോ ഓഡിയോ എനിക്ക് അറിയില്ല, നോക്കാം കേട്ടോ. ചിലപ്പോൾ വരാതിരിക്കാം, അറിയില്ല. കാരണം ഇവിടെയുള്ള ഇപ്പുറത്തുള്ള മെറ്റൽസുകൾ കുറെ കിടക്കുന്നുണ്ട് ആക്ച്വലി. കേട്ടോ, വരാൻ ചാൻസ് റോഡിയം ഇവിടെ നോക്കണം. ഈ ഒരു കാറ്റഗറിയിലേ വരുള്ളൂ. പ്ലാറ്റിനം വരുന്ന ഇപ്പുറത്തെ വരുന്നോണ്ട് ആക്ച്വലി വന്നേക്കുന്നത്. ആ ഒരു കാറ്റഗറിയിലാണ് കൂടുതൽ വരാൻ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെയുള്ള ഈ റെയർ എർത്ത് മെറ്റൽസിൽ ഏതെങ്കിലും ഒക്കെ വരാം. അപ്പൊ ഓർത്ത് നോക്കി, ഈ 3 ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, അതല്ലാതെ വേറെ വരില്ല. ഏതൊക്കെയായിരുന്നു? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ 3 ആൾക്കാര് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് E0 എന്താണ്? പോസിറ്റീവ് ആണ്. നമുക്ക് അതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ടേബിൾ കാണാതെ പഠിച്ചു പോകാൻ പറയും. പിന്നെ അപ്പൊ തീർന്നില്ലേ? അപ്പൊ ഇത് പഠിച്ചു വെക്കാം. അപ്പൊ ഈ 3 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആനോഡും കാഥോഡും ചേഞ്ച് വരും. ഇനി നോക്കാം, ഇപ്പുറത്തെ ഒരു പേജില് നിങ്ങൾ നോക്കണ സമയത്ത് ഇവിടെ ഉണ്ടോ സിങ്ക് ഉണ്ടോ? ഇങ്ങനെ കൊടുത്ത് റൈറ്റ്, കോപ്പർ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഹൈഡ്രജൻ ഇലക്ട്രോഡ്, കോപ്പർ എന്നൊക്കെ പറഞ്ഞ് പ്ലാറ്റിനം, ഹൈഡ്രജൻ ഉണ്ടോ. ഓക്കെ, ഇവിടെ ഈ പ്ലാറ്റിനം എന്തിലാ കൊടുത്തേക്കുന്നത്? ആനോഡ്. ലോണല്ലേ? ലെഫ്റ്റിൽ എന്തായിരിക്കും? ആനോഡ്. കണ്ടോ, ഓർത്ത് നോക്ക്. ഇതെന്തായിരുന്നു? കാഥോഡ്. ഓർത്ത് നോക്ക്. അപ്പൊ നോർമലി മെറ്റൽസ് എല്ലാം വന്നാൽ എന്താ എടുക്കുക? E0 cell equal to E0 കാഥോഡ്. മെറ്റൽസിന് കാഥോഡിൽ എന്തായിരിക്കണം? മെറ്റൽസ്. ആനോഡിൽ എന്ത് കൊടുക്കണം? SH. ഇതാണ് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ട മെയിൻ കാര്യം. ഇനി കോപ്പർ വന്ന് എന്ത് ചെയ്യണം? കോപ്പർ വന്ന് നേരെ തിരിച്ചു കൊടുക്കണം. ആനോഡ് ആരായിട്ട് കൊടുക്കണം? ആനോഡ് ഇപ്പൊ SH ആണ്. കോപ്പർ വന്ന ആനോഡ് കോപ്പർ ആയിരിക്കണം. ആനോഡ് കോപ്പർ. ആരൊക്കെയാ പോസിറ്റീവ് ആയിരുന്ന? 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. കോപ്പർ, സിൽവർ, ഗോൾഡ്. അവർ വന്നാൽ മാത്രമേ ഇത് മറയുള്ളൂ. ബാക്കി വരുന്ന എല്ലാ മെറ്റൽസും നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ മെറ്റൽസും വന്നാൽ E0 cell equal to എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, എപ്പോഴും എന്ത് ആയിട്ട് എടുത്ത് വെക്കണം? അയ്യോ, പറഞ്ഞു മാറിപ്പോയി. ആനോഡ് കേട്ടോ. ഇവിടെ ഒന്നും മാറി, ഒന്നുകൂടി എഴുതി വെക്കാം കേട്ടോ. കോപ്പർ Ag ഒന്ന് എഴുതിക്കോ കേട്ടോ. AU. ഇവർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് എഴുതിക്കോ, മനസ്സിലാവില്ല. കോപ്പർ, സിൽവർ, AU. പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. All other metals generally
ഓൾ അതർ മെറ്റൽസ് എക്സെപ്ഷൻ ആക്കി എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നത് ജനറലി ഓൾ അതർ മെറ്റൽസ് എക്സിബിറ്റ് എന്തായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. അപ്പൊ ഓർത്തു വെക്കുക, അതർ ദാൻ കോപ്പർ AgAu നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും എഴുതി വെക്കേണ്ടത് ആനോഡ് SH, ആനോഡ് SH, ആനോഡ് SH അത് തന്നെയല്ലേ എഴുതിയത്, ശരിയാ, ആനോഡ് SH, ആനോഡ് SH എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? PT കേട്ടോ. PT എന്ന് പറഞ്ഞാൽ എന്താ? ആനോഡ് എന്താ എടുത്തേക്കുന്നത്? പ്ലാറ്റിനം, H, ഹൈഡ്രജൻ എങ്ങനെയാ വരിക അല്ലേ? H+, അല്ലേ? നമ്മൾ നേരത്തെ കണ്ടത് കണ്ടോ, ഹൈഡ്രജൻ അല്ലേ ഇവിടുന്ന്, അല്ലേ? ഇവിടുന്ന് H ആണെങ്കിൽ H++1 ഇലക്ട്രോൺ. ഓക്കെ, ഇനി H2 ആണെങ്കിൽ എന്ത് കൊടുക്കണം? 2H++2 ഇലക്ട്രോൺ ഉണ്ടോ? ഓർത്ത് നോക്കുക. അങ്ങനെ എഴുതുന്നതാണ് ആക്ച്വലി ഏതിൽ വരുന്നത്? SH കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡ് എന്തായിരിക്കും? SH. ഏത് കേസസിലാണ് വരിക? അല്ലേ, കാഥോഡ് ഏതൊക്കെ വരും? അപ്പൊ കാഥോഡ് ഏതൊക്കെ വരും? Mg, Zn ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ളത് ഇപ്പൊ ഈ ക്വസ്റ്റൻ എന്തായിരുന്നു? Mg ആയിരുന്നു അല്ലെ? Mg. അപ്പൊ Mg എഴുതുമ്പോൾ നിങ്ങൾ എഴുതണം Mg എവിടെ എടുക്കണം? കാഥോഡിൽ എടുക്കണം കേട്ടോ. Mg എന്തിലെടുക്കണം? കാഥോഡ്. ആനോഡിൽ എന്തെടുക്കണം? SH. ഇൻ കേസ് ഓഫ് കോപ്പർ AgAu ഏതായിരിക്കും ആനോഡ്? കോപ്പർ AgAu കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ കാഥോഡ് എന്തായിരിക്കും? അപ്പോ കാഥോഡ് എന്തായിരിക്കും? SH. ഇല്ല, ഇത് തന്നെയാ കറക്റ്റാ. ഏത് ഈനോട്ട് സെല്ലിന്റെ ഇക്വേഷൻ ആണോ? ഈനോട്ട് സെല്ലില് ഈ വാല്യൂ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത് പൊട്ടൻഷ്യൽ. നിങ്ങൾ ഉദ്ദേശിച്ച് മനസ്സിലായി? ഇത് നമ്മൾ മെഷർ ചെയ്യാൻ വെച്ച് കൊടുക്കുന്നതാണ്. മെഷർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും നോക്ക്? പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അതിന്റെ റിയൽ വാല്യൂ കിട്ടണം. മനസ്സിലായോ? സെല്ല് വർക്ക് ചെയ്യില്ല, പക്ഷെ എന്താ കിട്ടേണ്ടത് നമുക്ക്? പോസിറ്റീവ്. മറ്റേത് 0 ആയിട്ടല്ലേ എടുത്തേക്കണേ, അപ്പൊ എന്താണോ റിയൽ വാല്യൂ അത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ആ വാല്യൂ കിട്ടൂല. മൈനസ് ആണെങ്കിൽ മൈനസ് നിന്ന് കിട്ടണം. മറ്റേത് 0 എടുക്കുമ്പോഴല്ലേ മറ്റേത് ഇ നോട്ട് ഓഫ് കോപ്പർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് എടുക്കുക. ഇ നോട്ട് ഓഫ് കോപ്പർ ഈക്വൽ ടു മറ്റെന്താണ്? 0 മൈനസ് ദാറ്റ് തിങ്. അപ്പൊ എന്ത് കിട്ടുന്നു? ആ വാല്യൂ കേട്ടോ. ഓക്കെ, ഇവരെന്തുകൊണ്ടാ ലോജിക്ക് ചോദിച്ചതെന്ന് മനസ്സിലായോ? ഇവരുടെ ആ ക്വസ്റ്റിന്റെ ഡൗട്ട് എന്താന്ന് മനസ്സിലായി? ഇവർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഇടുമ്പോൾ മൈനസ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യില്ല? ഈ സെല്ല് വർക്ക് ചെയ്യില്ല. ഇത് സെല്ല് വർക്ക് ചെയ്യാനായിട്ടല്ല, എന്ത് ചെയ്യണ്ടേ? മെഷർ ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മെഷർ ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ആ ഒരെണ്ണം വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കി മതി. ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രോഡ് ഉണ്ടോ? ലെഫ്റ്റ് ഇലക്ട്രോഡ് Zn ഉണ്ടോ? Zn2+ കോപ്പർ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് റീസൺ കൊടുക്കുന്നു. അതിനു മുമ്പ് ഇവിടെ കൊടുക്കുന്നുണ്ടോ? പ്ലാറ്റിനം H2 1 ബാർ H2 അതുണ്ടോ? ഇവിടെ Cu2+ 1 മോളാർ ഉണ്ടോ? ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും ആ രീതിയിൽ ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ ഇതുണ്ട് Zn മെഷർ ഓഫ് EMF സെൽസ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിന്റെ അധികം വേറെ ക്വസ്റ്റൻ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വന്ന ആനോട് കാഥോഡ് വെച്ച് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. അടുത്ത ടോപ്പിക് എന്തായിരിക്കും? നെൻസ് ഇക്വേഷൻ. നെൻസ് ഇക്വേഷൻ എന്തായിരുന്നു? E cell equal to E naught cell minus 0.059 by n log C raised to C D raised to D. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ഏരിയ ആണ്? നെൻസ് ഇക്വേഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ ഏതായിരിക്കും? ഫാരഡേസ് ലോവും മറ്റേ ആ ലാസ്റ്റ് കൊളറസ് ലോ അല്ലെങ്കിൽ ആ ബാറ്ററിയുടെ ഏരിയ കേട്ടോ, ഓർത്ത് നോക്കാം. ആ ഒരു ലാസ്റ്റ് ഏരിയ നമുക്ക് ഈ ചാപ്റ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മെയിൻ ആയിട്ട്. ഒന്ന് ബാറ്ററി, രണ്ടാമത്തെ എന്താ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് കേട്ടോ. ഓക്കെ, ഏതാ മോനെ?
ആ സെൽസ് ആ ഒരു കാറ്റഗറി അതാ ഞാൻ പറഞ്ഞത്. അതും സെൽസും കൂടി ഒരുമിച്ച് എടുക്കാം. ഓക്കെ, എത്ര മാർക്ക് വെയിറ്റേജ് ചാപ്റ്റർ? 9, ഏറ്റവും ഹൈസ്റ്റ് വെയിറ്റേജ് അല്ലേ? അപ്പോ നമുക്ക് നോക്കാം. ഇ സെൽ ഈക്വൽ ടു ഇക്വേഷൻ പഠിക്കണോട്ടോ ഇപ്പൊ തന്നെ. ഇ നോട്ട് സെൽ എവിടെ നിന്ന് കിട്ടുന്ന? ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. പിന്നെന്തായിരുന്നു? 0.059 ഡിവൈഡഡ് ബൈ n log c raised to c d raised to d divided by a raised to a and b raised to b. ഇവിടെ നിങ്ങൾ ജനറൽ ആയിട്ട് ഓർത്ത് നോക്കുക, ആനോഡ് അയോൺ കേട്ടോ. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആനോഡ് അയോൺ ബൈ എന്തായിരിക്കും? കാഥോഡ് അയോൺ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതിന് പകരം അങ്ങനെ ഓർത്ത് വെച്ചാലും മതി, എഴുതുമ്പോൾ ഇത് എഴുതുന്നതാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആനോഡ് അയോണിന് കിട്ടിക്കഴിഞ്ഞാൽ ആനോഡ് അയോൺ. ഇനി സിയും ഡിയും ഒക്കെ ഇങ്ങനെ തന്നേക്കുന്നതിൽ ഡൗട്ട് വേണ്ട. ഇതിൽ അയോണുകളുടെ കോൺസെൻട്രേഷൻ മാത്രമേ എഴുതുള്ളൂ. സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് അയോൺ എന്നാണ്. അപ്പോ സോളിഡ് ആയിട്ടുള്ള എല്ലാത്തിനും എത്രയായിരിക്കും? 1 ആയിരിക്കും. 1:7 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. അപ്പൊ ആ വാല്യൂ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എഴുതുമ്പോൾ അത് എഴുതാറില്ല. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ വന്നാൽ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി ഇത് എങ്ങനെ കിട്ടിയതാണ്? ശരിക്കുള്ള നെൻഷ് ഇക്വേഷൻ എന്തായിരുന്നു? ഇതിന് പകരം എന്താ കൊടുക്കുക? 2.303 RT by NF. അപ്പോ റൈറ്റ് നെൻഷ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതല്ല, ഇതാണ്. ഇവര് ചോദിക്കുകയാണ് റൈറ്റ് നെൻഷ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ആരാണ് എന്നൊക്കെ കേട്ടോ. ഓക്കെ, ഇതിൽ R എന്തായിരുന്നു? അല്ല, R എന്താ അതിന്റെ പേര്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? നോർമൽ എത്ര എടുക്കണം? 298 സ്റ്റാൻഡേർഡ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ 0.059 കിട്ടുന്നത്. അപ്പൊ ഇതിൽ വേണമെങ്കിൽ അവര് ചോദിക്കാം 298 പകരം അവരൊരു 300 കെൽവിൻ തന്നു കരുതാം. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നിട്ടില്ലെന്നവരെ വന്നാൽ പിന്നെ ഇത് വെച്ച് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ മാറ്റി തന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ടെമ്പറേച്ചർ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ നോർമലി വരാറില്ല. എഫിന്റെ വാല്യൂ എത്രയാ? 96500. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആണ് മാത്തമാറ്റിക്കലി നമുക്ക് ആവശ്യം. ഈ ഇക്വേഷൻ നന്നായിട്ട് അറിഞ്ഞു വെക്കണം, ക്ലിയർ ആയിട്ട് വെക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ്. എങ്കിൽ ഇത് ടെമ്പറേച്ചറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എഴുതുകയാണ്, സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ എടുക്കുന്നപ്പോഴും സ്റ്റാൻഡേർഡ് കാറ്റഗറി ആയിരിക്കും. ആ രീതിയിൽ പൊക്കോളണം കേട്ടോ. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നോർമലി വന്നിട്ടില്ല, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നെക്സ്റ്റ്, ഇ നോട്ട് സെല്ലും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ ഇ നോട്ട് സെല്ലും ഡെൽറ്റ ജിയും, ഇ നോട്ട് സെല്ലും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്റെ തൊട്ട് താഴെ അതാണ് ഇക്വേഷൻ. എന്തായിരിക്കും? ഇ നോട്ട് സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ n log kc. kc എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ട് അവർ നേരെ ചോദിക്കും. ശരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുമ്പോൾ ഈ സെല്ല് 0 ആയി പോകും. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ഈ സെൽ എന്തായി പോകും? 0 ആവും. അങ്ങനെ ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ ഈ സെല്ല് 0 ആയി. ഈ സെല്ല് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോട്ട് സെൽ ഈക്വൽ ടു ഈ മൈനസ് ഇപ്പുറത്തേക്ക് ഇടും കണ്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ 0 ആയി കഴിഞ്ഞാൽ അല്ലെ, ഈ മൈനസ് ഇപ്പുറത്തേക്ക് ഇട്ടാൽ ഈ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ഏരിയ മുഴുവൻ എന്തായി മാറും? കെ സി ആയി മാറും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഡെറിവേഷൻ. അത്രേ ഉള്ളൂ, ഡെറൈവ് ചോദിക്കാറില്ല. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ പഠിക്കാം. ഇനി ഈ കാറ്റഗറിയിൽ ഒരു ഇക്വേഷൻ കൂടി പഠിക്കാം. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. അതിനിടയിൽ ഒരു -2.303 ആർ ടി കെ സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിടക്കുന്നുണ്ട്. അത് വേണ്ട കേട്ടോ. ഓക്കെ, കാരണം ഈ മൂന്നെണ്ണം വെച്ച് ഏത് കോമ്പിനേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബെറ്റർ വേ. അതുകൊണ്ട് ഈ 3 ഇക്വേഷൻസ് മാത്രം മതി കേട്ടോ. വേണ്ട, അത് ചെയ്യുമ്പോൾ ഒന്നും കൂടി കൺഫ്യൂഷൻ കൂടുള്ളൂ കേട്ടോ. കാരണം ഇപ്പൊ കെ സി തന്നിട്ട് ഈ നോട്ട് ചില ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് ഇതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വരാറില്ല. അതുകൊണ്ട് ഇത് നോക്കിയാൽ മതി കേട്ടോ. എന്ത് പറ്റി? ഇതിലാണോ? വർക്ക് ഡൺ എന്തായിരുന്നു? അതുമായിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡെൽറ്റ ജി തന്നിട്ടുണ്ടായിരുന്നു. വർക്ക് ഡണ്
ആ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നോ കേട്ടോ. വർക്ക് ഡൺ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്തുകൊണ്ടാ വർക്ക് ഡൺ ഒക്കെ വരികയാണെങ്കിൽ അത് തെർമോഡൈനാമിക്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഓർമ്മയുണ്ടോ? ചോദിച്ചു കേട്ടോ. വർക്ക് ഡണ്ണ് നമുക്ക് വേണമെങ്കിൽ കയറി വരാം, കാരണം അത് 11th നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വർക്ക് ഡണ്ണിനെ കുറിച്ചുള്ള എല്ലാ ഇക്വേഷൻസും റിലേഷൻഷിപ്പും കേട്ടോ. ഓക്കെ, ഏതൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടോ ക്വസ്റ്റ്യൻ ഉണ്ട്? ചോദിച്ചു 28. Calculate the maximum work that can be obtained from the cell Zn2 plus 1. ഓക്കെ, എന്തായിരിക്കും അത്? അപ്പൊ അതിൽ എന്തായിരിക്കും കാൽക്കുലേറ്റ് മാക്സിമം വർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ നിന്ന് എന്ത് കിട്ടും നമുക്ക്? വാല്യൂ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ നോട്ട് കിട്ടും. ഡെൽറ്റ ജി കണ്ടെത്തിയാൽ മതി. അതായത് ഡെൽറ്റ ജി 0 കിട്ടി. ഈ നോട്ട് 0 വന്നു. ഈ നോട്ട് 0 വരാൻ ചാൻസ് ഇല്ല. 1 അല്ലേ കിട്ടുന്നത്? ഡാനിയൽസ് അല്ല 1.1 അല്ലേ? ഈ നോട്ട് കിട്ടിയത് 1.1 അല്ലേ? പിന്നെ എങ്ങനെയാ? അപ്പൊ പോയി ഡെൽറ്റ ജി വരെ കണ്ടെത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ഓൾറെഡി ഡെൽറ്റ ജി മാക്സിമം നെഗറ്റീവ് കിട്ടിയ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഏറ്റവും വർക്ക് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡണ്ണിനെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആണ് അത്. പക്ഷെ നമുക്ക് റിലേഷൻ വന്നില്ല. ഓർത്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ വരത്തുള്ളൂ. ഫിസിക്സിൽ തെർമോഡൈനാമിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ വർക്കും ഡെൽറ്റ അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ലെവലും കൂടി എഴുതാം. ഇവിടെ അത്രേ ഉള്ളൂ. മാക്സിമം വർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സെല്ല് എന്ന് പറയുന്നത് ആ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ? 2 മാർക്ക് അല്ലേ? അത്രേ ഉള്ളൂ. കാഥോഡ് മൈനസ് ആനോട്. അപ്പൊ ഈ നോട്ട് സെല്ല് കിട്ടും. മൈനസ് NF അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് ഡാനിയൽസ് അല്ല. അപ്പൊ എത്രയായിരിക്കും? 1.1 വോൾട്ട് കേട്ടോ. ചോദിച്ചത്രേ ഉള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? അത് ചോദിച്ചിരിക്കുന്ന രീതി 1.1 വോൾട്ട് കിട്ടും എന്ന് പറയുന്നത് 0.73 0.34. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസും പ്ലസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഏത് വാല്യൂ കിട്ടും? ഈ നോട്ട് സെല്ല് 1.1 വോൾട്ട് കിട്ടും. ഈ നോട്ട് സെല്ല് 1.1 വോൾട്ട്. അത് എങ്ങനെയാണ് വർക്ക് ഡൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൊണ്ടുവരുന്ന ഇക്വേഷൻ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ തന്നെയാണ്. ഡെൽറ്റ ജി = -NFE കൊടുക്കുക. -NFE ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആണ് ഏറ്റവും മോർ എഫിഷ്യന്റ് ബാറ്ററി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് ചെയ്യുന്ന ബാറ്ററി കേട്ടോ. ഓർത്ത് നോക്കാം. മൊബൈലിന്റെ ബാറ്ററി ഉപയോഗിച്ച് കാർ ഓടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? അതാണ് ചോദ്യം ഇവിടെ ചോദിച്ചത്. ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ അവിടെ പറയാൻ പറ്റുക അല്ലെ? അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഹയർ നെഗറ്റീവ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ വർക്ക് ഡണ്ണും ഈ നോട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകണം. അതിന്റെ ആവശ്യമില്ല. നമുക്ക് പ്യുവർ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞു. അപ്പൊ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തൊട്ട് വാല്യൂ വാല്യൂ അവിടെ കൂടുതലായിട്ട് വരും അല്ലെ? നമുക്ക് ലാസ്റ്റ് ഒരു വാല്യൂ വെച്ചിട്ടല്ലേ കൊണ്ടുവരാം. സെയിം ഇത് തന്നെയാണ് ബാറ്ററി. അതായത് നേരത്തെ ചോദിച്ചതിൽ അത്രേ ഉള്ളൂ. നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലേ? അതിന്റെ എന്ത് പറ്റി? കമ്പോണന്റ് നമ്പർ കൂട്ടിയാൽ മതി. അത് തന്നെയാണ് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, കാറിൽ ഉപയോഗിക്കുന്നത്. BYD അവര് ആണ് ആദ്യം ഇതിൽ വരുന്ന സമയത്ത് കൊണ്ടുവന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, BYD അല്ലേ? അവരുടെ കാർ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ, ചൈനീസ് കാർ. അവരായിരുന്നു ആദ്യത്തെ ഈ പറയുന്ന ഇവർക്കെല്ലാം സപ്ലൈ ചെയ്തേക്കുന്നത്. ചൈനീസ് കമ്പനി ആണെങ്കിൽ ഇപ്പൊ അവരായിട്ട് ഇതാണ്. നമ്മുടെ ഈ പറഞ്ഞ ടെസ്ലയ്ക്ക് വരെ അവർ തന്നെയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെസ്ലയ്ക്ക് ആദ്യത്തെ ഇതിൽ അവർ തന്നെയാണ് കരാറ്. അതിപ്പോ പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ടെസ്ലയ്ക്ക് മാത്രമാണ് ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് അവരുടെ എന്തിൽ വരുന്നത്. അവരിപ്പോ ആപ്പിൾ പോലെ ബാക്കി ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് എടുക്കുന്ന രീതിയല്ല. പക്ഷെ അയാൾക്ക് അതല്ല, എല്ലാം ഇൻഹൗസ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ബാക്കിയെല്ലാം വേറെ സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ പുതിയ ന്യൂസ് അറിയാലോ, ചൈനീസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ബാൻ ചെയ്തു. എന്തൊക്കെ ബാൻ ചെയ്തു? ഐഫോണ് ഓഫീസുകളിൽ കൊണ്ടുവരാൻ പാടില്ല. രണ്ടാമത്തെ ചെയ്ത കാര്യം എന്താണ്? ആക്ച്വലി സാംസങ്ങിന് ഒരു പണി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഐഫോണിന്റെ ഇതായി കഴിഞ്ഞാലും ആരാ കൊടുക്കുന്ന സ്ക്രീൻ? സാംസങ് ആണ് സ്ക്രീൻ. പക്ഷെ ഇപ്പൊ ഒരു പണി വന്നേക്കുന്നത് ചൈനീസിൽ ഉപയോഗിക്കുന്ന കമ്പനികളിൽ ഉണ്ടല്ലോ,
MI അങ്ങനെയുള്ള അവർക്കൊക്കെ സ്ക്രീൻ കൊടുക്കുന്നത് ഈ സാംസങ് ആണ്. അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഗവൺമെന്റ് ബാൻ ചെയ്തു. രണ്ടും ഇതായി. പുതിയ കേസ് വന്നേക്കുന്നത് ആപ്പിളിന്റെ വാച്ച് ഉണ്ടല്ലോ, അത് അതിനു മുമ്പ് വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ പർച്ചേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് വരുന്നത്, അവരുടെ കമ്പനീനെ പർച്ചേസ് ചെയ്തിട്ടാണ് അതിന്റെ ടെക്നോളജി കൊടുത്തത്. അമേരിക്കൻ ഗവൺമെന്റ് അത് ബാൻ ചെയ്തു പുതിയതായിട്ട്. അപ്പൊ ആ അമേരിക്കയില് ആ വാച്ച് ഇപ്പൊ സ്റ്റോപ്പാക്കി. അല്ലേ, ടെക് വാർത്തകൾ അറിയണം, നല്ലതാണ് കേട്ടോ, ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കണല്ലേ. നിങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നറിയോ? ഒരു ടെസ്ല എന്ന് പറയുന്ന ഒരു ചെറിയൊരാളുണ്ട്, അതിനേക്കാളും നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, അതിനേക്കാളും നല്ല ബാറ്ററി ഒക്കെ കണ്ടെത്തി ലൈഫ് അല്ലേ ഏറ്റവും കൂടുതൽ അടിപൊളിയാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി വേറെ വലിയ കാര്യമൊന്നുമില്ല. 10 ഇയർ കഴിയുമ്പോൾ പുതിയ ന്യൂസ് ഒക്കെ അനുസരിച്ചിട്ട് വേറെ ഇതല്ല, ഹെവി ഹ്യൂമൻ നോയിഡ് ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഹാർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഇപ്പൊ വന്നു ആയി. മാക്സിമം 10 ഇയർ നമുക്ക് AI വെച്ചിട്ട് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. വായിച്ചു നോക്ക് ടെക്നോളജി ഒക്കെ കേട്ടോ. ആരാണ് എന്നാന്ന് അറിഞ്ഞോ? ആരാണ് ഇതൊരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്, പുതിയ, വെറുതെ പറയണല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ഓർഡറിൽ വെച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു 2 വർഷം മുമ്പ് AI എന്ന് പറയുമ്പോ അല്ലെ, ഇപ്പൊ വലിയ കമ്പനികൾ എല്ലാം ഇന്റർവ്യൂ ബോർഡ് നടത്തുന്നത് മുഴുവനും ഇപ്പൊ ഇവിടെയുള്ള അമേരിക്കൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പുള്ളി പറഞ്ഞാണ്, 4500 ഇന്ത്യൻ സ്റ്റാഫുകൾ ആ കമ്പനി ചെയ്തു. ഇന്റർവ്യൂ മുഴുവനും AI ആണ്. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇയാളെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കമ്പനികളെ പറ്റിച്ചുകൊണ്ടിരുന്ന പരിപാടി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഇപ്പൊ ന്യൂസിലൻഡിലേക്കോ എല്ലാം പോകണമെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇപ്പൊ അത് മുഴുവനും AI. അതാകുമ്പോ കണ്ണിന്റെ ചലനം ഇത് സർവത്ര എല്ലാം നോക്കുന്നത് എന്നിട്ട് ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ അഖിൽ അവിടെ നിൽക്കുന്നു, അഖിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വരുന്ന സമയത്ത് അഖിൽ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ബാക്കിൽ നിന്ന് ചെറിയൊരു ഇത് വെച്ചിട്ട് ഡിവൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നടക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ലിപ്പ് കൃത്യമായിട്ട് ഇങ്ങനെ പറയും. ആ ലിപ്പിന്റെ സിങ്ക്രണസും അതും തമ്മിൽ മാറിക്കഴിഞ്ഞാൽ അപ്പൊ AI പിടിച്ച് അപ്പൊ തന്നെ ബാൻ ചെയ്ത് കളയും. എന്താ സയൻസ് പഠിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കുക. അപ്പൊ ഇത് നമ്മൾ പുതിയ ബാറ്ററിയിലേക്ക് കണ്ടെത്തുകയാണ്. ഈ ചോദ്യത്തിലേക്ക് വരാം. എഫിഷ്യൻസി ഓഫ് ബാറ്ററി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഡൺ എന്ന് ഒക്കെ പേര് മാറ്റിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യേണ്ടി വരും? ഈ സെല്ലും ഇതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയേ. E0 സെൽ എന്തായിരുന്നു ആക്ച്വലി? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇവിടെയാണ് എന്ത് വന്നേക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ്, ഇത് എന്തിനാ പഠിച്ചേ? ആ ഒരു ബാർ വരച്ചില്ലേ, അതിനകത്ത് ലിക്വിഡ് ഉണ്ടായില്ലേ, ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ അഫക്ട് ചെയ്യും? പൊട്ടൻഷ്യലിനെ അഫക്ട് ചെയ്യും. നമ്മൾ നേരത്തെ ഒരു ബാർ വരച്ചില്ലേ, ഇതിൽ കുറെ ലിക്വിഡ് ഇല്ലേ, ആ ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇത് ആനോഡ് അയോൺ കോൺസെൻട്രേഷൻ, ഇത് എന്തായിരിക്കും? കാഥോഡ് അയോൺ കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ ആരെ അഫക്ട് ചെയ്യും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇക്വേഷൻസും വന്നേക്കുന്നത്. തേർഡ് കാറ്റഗറി, അപ്പൊ ഇക്വേഷൻ ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനായിട്ടുള്ളത്. തേർഡ് കാറ്റഗറി എന്താണ്? മിഡിൽ കാറ്റഗറിയിൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ച ഫിസിക്സ് അതിലേക്ക് വരാം. ഓംസ് ലോ ഒക്കെ വരുന്ന ഇക്വേഷൻസ്, ആ ഇക്വേഷൻസ് ഓർഡറിൽ കിട്ടണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. E0 സെൽ ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. പിന്നെന്തായിരുന്നു ആക്ച്വലി അടുത്ത്? ലോൺ ഓർത്ത് വെക്കണം, ആ പൊട്ടൻഷ്യലിന്റെ കാര്യമൊക്കെ ഓർത്ത് വെക്കണം. പിന്നെന്തായിരുന്നു? നെയിൻസ് ഇക്വേഷൻ, ദെൻ KCയുടെ ഇക്വേഷൻ, പിന്നെന്തായിരുന്നു? ഡെൽറ്റാജിയുടെ ഇക്വേഷൻ. ഇനി വരുന്നത് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A. അപ്പൊ R ഈക്വൽ ടു റോ ഇൻറ്റു L/A. വാട്ട് യു മീൻ റോ? ഏറ്റവും കൂടുതൽ ഡെഫിനിഷൻ ചോദിക്കുകയാണ്. റെസിസ്റ്റിവിറ്റി, ഡിഫൈൻ റെസിസ്റ്റിവിറ്റി, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ആൻ എ സബ്സ്റ്റൻസ്. രണ്ടാമത്തത് ഫിസിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെന്തായിരിക്കണം അല്ലെ? നമ്മളിപ്പോ പോലും പഠിച്ചല്ലേ, ഇത് 1 യൂണിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തായിരിക്കണം? 1 മീറ്റർ. ഇതെന്തായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ഉണ്ടോ? ഓക്കെ, അങ്ങനെ ആവുമ്പോ റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. അങ്ങനെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അറിയാലോ. അപ്പൊ അത് ഓർത്ത് നോക്കുക. ഫിസിക്സിൽ എങ്ങനെയാണോ കോൺസ്റ്റന്റ് ഡിഫൈൻ കൊടുക്കുന്നത്, നമ്മുടെ കെമിസ്ട്രിയിൽ കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. അപ്പോ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ആദ്യത്തെ വേർഡ് എന്തായിരുന്നു? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ആൻ എ സബ്സ്റ്റൻസ്. ഇനി ജി എന്തായിരുന്നു? 1/R. വാട്ട് യു മീൻ ജി? കണ്ടക്ടൻസ്. ഓക്കെ, ജി എന്താ? കണ്ടക്ടൻസ്. 1/R. അപ്പോ സോ ജി ഈക്വൽ ടു എന്ത് വരും? ഈ 1/R ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/ρ ഇൻറ്റു A/L. 1/ρ ഇൻറ്റു A/L. What do you mean 1/ρ? G equal to kappa into A/L.
What do you mean kappa? Conductivity. What do you mean conductivity? Specific conductance of an substance. Specific conductance of an substance kappa. Then ഇതിന്റെ ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. അപ്പൊ എയും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ എന്തായിരിക്കും? എ എത്രയായിരിക്കണം? ഏരിയ ഓഫ് 1, ലെങ്തും 1. അങ്ങനെ എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്ര എത്തിക്കഴിയുമ്പോ ആദ്യത്തെ ഒരു ഏരിയ കഴിഞ്ഞു. ഈ ടോപ്പിക് കണ്ടിന്യൂ ഇത് പോവാണ്. ഇത് കഴിഞ്ഞ് വീസ്റ്റൺ ബ്രിഡ്ജ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ട് എത്തുന്നതാണ്. ഇക്വേഷൻ പോലെ എഴുതുന്നില്ല, കാരണം അത് ചോദിക്കത്തില്ല നമുക്ക്. ദെൻ നെക്സ്റ്റ് അവിടെ നിന്ന് വരുന്നതാണ് ജി സ്റ്റാർ ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ആർ കാപ്പ. ജി സ്റ്റാർ എന്തായിരുന്നു? ആർ കാപ്പ. ഓക്കെ. ദെൻ ഓർ എന്തായിരിക്കും? ജി സ്റ്റാർ സെൽ കോൺസ്റ്റന്റ്. ജി സ്റ്റാർ എന്താണ്? സെൽ കോൺസ്റ്റന്റ്. വാട്ട് ഡു യു മീൻ സെൽ കോൺസ്റ്റന്റ്? എൽ ബൈ എ ഓർ എന്താണ്? ആർ കാപ്പ. കേട്ടോ. ഓക്കെ. ഇനി അതിന്റെ കൂടെ എൽ ബൈ എയും കൂടി എഴുതി വെച്ചു. കേട്ടോ. ഓക്കെ. എൽ ബൈ എ. ഓക്കെ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെല്ല് ഉണ്ടല്ലോ, ആ സെല്ലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്നും മാറിയിട്ടില്ല എങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ്. പണ്ട് ഈ സെല്ല് ഇവ നമ്മുടെ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്നത് ബൾജ് ആവുമായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ എപ്പോഴും പറയുന്നതാ. ബൾജ് ആവുമായിരുന്നു. അങ്ങനെ ബൾജ് ആയി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ബൾജ് ആകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും, ലെങ്ത് മാറും. അപ്പൊ അവിടെ നിന്ന് വരുന്ന എന്ത് വ്യത്യാസം വരും? സെൽ കോൺസ്റ്റന്റ് അല്ലെ? നമ്മൾ പുറത്ത് ബാറ്ററി എഴുതിയുണ്ടാവില്ലേ 1.12, അതൊന്ന് മാറും. അത് മാറിക്കഴിഞ്ഞാൽ എന്തിൽ വ്യത്യാസം വരും? അതിന്റെ മദർ ബോർഡിൽ വേരിയേഷൻ വരും. വേരിയേഷൻ വന്നാൽ എന്ത് പറ്റും? പൊട്ടിപ്പോകും അല്ലെ? അപ്പൊ ഓർത്ത് വെക്കുക. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സെൽ കോൺസ്റ്റന്റ് ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ. അടുത്തത് ലാംഡ എം. ലാംഡ എം ക്യാപിറ്റൽ എഴുതാം, സ്മോൾ എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കുന്നുണ്ട്. ലാംഡ എം ഈക്വൽ ടു എന്തായിരുന്നു? ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം ഈക്വൽ ടു കാപ്പ. കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു 1000. കേട്ടോ. നിങ്ങൾ പറഞ്ഞ റൈറ്റ് ആണ്. കാപ്പ ബൈ സി തന്നെയാണ് കേട്ടോ. കാപ്പ ബൈ സി തന്നെയാണ്. സി കോൺസെൻട്രേഷൻ ആണ്. പക്ഷെ നോർമലി എപ്പോഴും വരുന്ന മൊളാരിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് മൊളാരിറ്റി തന്നെ എഴുതിയിട്ട് ചെയ്യാം. മൊളാരിറ്റി കണ്ടാൽ വരിക. ഇനി ടെക്സ്റ്റ് ബുക്കിലിന്റെ തൊട്ട് താഴെ സി വെച്ച് വേറെ ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ട്. അതിലേക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട ഇത് എത്താൻ മതി കേട്ടോ. ഓക്കെ. അപ്പൊ നോർമലി ഇത് വെച്ചാണ്, കാരണം അത് സീമെൻസ് ഒക്കെ വെച്ച് യൂണിറ്റ് വ്യത്യാസം വരുന്ന ക്വസ്റ്റൻ ഉണ്ട്. പക്ഷെ നോർമലി ഇതേ വരാറുള്ളൂ. അതുകൊണ്ട് ഇത് പഠിച്ചു നിർത്തിയാൽ മതി. ഇനി അടുത്ത ഏരിയ ലാംഡ നോട്ട് എം എന്തായിരിക്കും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വരുന്നത് കോളറസ് ഫ്ലോയിലാണ്. എന്തിലാ വരുന്നത്? കോളറസ് ഫ്ലോ. അപ്പൊ ഇത് കിട്ടണോട്ടോ കറക്റ്റ് ആയിട്ട്, കാരണം എന്നാലാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എത്തുള്ളൂ. ലാംഡ നോട്ടം കേട്ടോ. ലാംഡ നോട്ടം വരുന്നത് കോളറസ് ഫ്ലോ എന്നാണ്. എന്തായിരുന്നു കോളറസ് ഫ്ലോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് is the sum of individual contribution of cation and anion. അല്ലെ? മിക്കവർക്കും കിട്ടുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഓക്കെ. ഇവിടെ ഓർത്ത് നോക്കിയേ, വെള്ളത്തിലേക്ക് ഞാൻ NaCl ഇട്ടു. NaCl വാട്ടറിലേക്ക് ഇട്ടു. അപ്പോ ലാംഡ നോട്ട് Na പ്ലസ് എന്ത് വരും? ലാംഡ നോട്ട് Cl മൈനസ്. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു സോൾട്ട് അക്വസ് NaCl ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അല്ലെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. അങ്ങനെ പാസ് ചെയ്യണ സമയത്ത് Na ഇലക്ട്രോണിനെ കൊണ്ടുപോകും, Cl ഇലക്ട്രോണിനെ കൊണ്ടുപോകും. പക്ഷെ അത് ഡിഫറെന്റ് ആയിരിക്കും. അത് ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ അവിടെ ഒരു 100 ഇലക്ട്രോൺ ഇരിക്കുന്നു. 100 ചോക്ലേറ്റ് ആവട്ടെ ഇലക്ട്രോണിന് പകരം. ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് കേട്ടോ. ഞാൻ Na, ഇയാൾ Cl കേട്ടോ. ഓർത്ത് നോക്കുക, ഞാനൊരു 5 ചോക്ലേറ്റ് എടുത്തു, ഇയാൾ 2 ചോക്ലേറ്റ് എടുത്തു കൊണ്ടുവന്നു. ഇവിടെ കഴിക്കാൻ പറ്റില്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? ഓർത്ത് നോക്കാം. ഞാൻ 5, ഇയാൾ 3. അങ്ങനെ ആണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൽഫ ഈക്വൽ ടു പറഞ്ഞേ ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട്. ഇവിടെയും ആൽഫ വരുന്നത് കൊണ്ട് കെ ഈക്വൽ ടു എന്ത് വരാം? സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അവിടെ നമ്മൾ നേരത്തെ എഴുതിയോണ്ട് വേണ്ട. ഓക്കെ. നമ്മൾ നേരത്തെ എഴുതിയല്ലേ, വീണ്ടും റിപ്പീറ്റേഷൻ വേണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ അത് എഴുതും, അല്ലെങ്കിൽ എഴുതി വെച്ചു. കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഇത്രയും പഠിക്കുമ്പോൾ ഇതില് ഈ ബാറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിലുള്ള ഇനി നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ 3 തിയറികൾ ഉണ്ട്. ആ തിയറിയിൽ ആദ്യത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് ആൻഡ് മെറ്റാലിക് കണ്ടക്ടൻസ് കേട്ടോ. പുറത്തു നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് ആൻഡ് മെറ്റാലിക് കണ്ടക്ടൻസ് എന്തായിരുന്നു? മെറ്റലിൽ കൂടി ഇലക്ട്രിസിറ്റി പോകില്ലേ? വൈ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.
ഫ്രീ ഇലക്ട്രോൺ കേട്ടോ. അപ്പോ എന്താണ് മെറ്റാലിക് കണ്ടക്ടൻസിന്റെ ആദ്യത്തെ പോയിന്റ് ദേ കണ്ടെയ്നിങ് ഫ്രീ ഇലക്ട്രോൺസ്. ലിക്വിഡിൽ കൂടി ഇലക്ട്രിസിറ്റി പോകില്ലേ? വൈ? അയോൺസ് അല്ലെ. പ്യുവർ വാട്ടറിൽ കൂടി പോകില്ല. സോൾട്ട് ഇട്ടാൽ എന്ത് പറ്റും? അയോൺ ആവും. അപ്പോ എന്തായിരിക്കും മെറ്റാലിക് കണ്ടക്ടൻസിൽ ഫ്രീ ഇലക്ട്രോൺസ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിൽ ദേ കണ്ടെയ്നിങ് അയോൺസ്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അയോൺസ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, അയോൺസ് ആണ് ആക്ച്വലി. അത് തന്നെയാണ് ആക്ച്വലി കേട്ടോ. അപ്പൊ ആ വേർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചോദിച്ചോ? ഇല്ല, ജി എന്ന് പറഞ്ഞ കണ്ടക്ടൻസ്. ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ല, പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കാം, ഈ കോൺസ്റ്റന്റുകളിൽ വരുന്ന വ്യത്യാസമാണ്. എനിക്ക് മനസ്സിലായി. ഈ അത് തന്നെ A/L പകരം അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജി എന്ന് പറയുന്ന കണ്ടക്ടൻസും ഈ കാപ്പയും ഇവിടെ ലോക്ക്ഡ് ആണ് ആക്ച്വലി. മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ മാത്തമാറ്റിക്കലി ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്കലി ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ A/L ഉണ്ടോ, ആർ കാപ്പ എന്ന് പറയുന്നതിന് പകരം ഇത് സ്റ്റാർട്ട് ചെയ്ത് G സ്റ്റാർ ഈസ് ഈക്വൽ ടു അല്ലെ, അങ്ങനെ ചെയ്യാൻ പറ്റൂല, ഈക്വൽ ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ആർ കാപ്പ വരുന്നതിൽ പോലും L/A തമ്മിൽ വ്യത്യാസം ഉണ്ട് ആക്ച്വലി. ഇത് 1 യൂണിറ്റ് ആക്കി എടുക്കുമ്പോഴാണ് L/A വരിക, അല്ലെങ്കിൽ വരില്ല കേട്ടോ. ഓക്കെ. G സ്റ്റാർ സെൽ കോൺസ്റ്റന്റ് പറയുമ്പോൾ കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രാക്ടിക്കലി ഈ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഇത് അനങ്ങാതിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വേരി ചെയ്യുന്നുള്ള ഒരു. ഇവിടെ വരുന്ന സമയത്ത് കണ്ടക്ടൻസ് ആണ്, അത് രണ്ടും എൻറ്റയർ ഡിഫറെന്റ് ആണ് ആക്ച്വലി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് പറയേണ്ടി വരും, അത് വരില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഓർത്ത് നോക്കാം, മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റും, പക്ഷെ അതിന് റിലവൻസ് ഇല്ല, അതുകൊണ്ട് യൂസ് ചെയ്യില്ല, അത്രേ ഉള്ളൂ കേട്ടോ. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ ഔട്ട് എന്ത് ചെയ്യും? ആരുമായിട്ട് ഡിപ്പെൻഡ് ആണ്? റെസിസ്റ്റൻസും കാപ്പയായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അത് ഇങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, പക്ഷെ നേരെ ഈ ഇക്വേഷൻ എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ. ഓക്കെ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇത് അവിടെ നിന്നു, അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് ചെയ്യാം. പിന്നെ അതിൽ വരുന്ന രണ്ടാമത്തെ കാര്യം ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മെറ്റാലിക് കണ്ടക്ടൻസ് എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മെറ്റാലിക് കണ്ടക്ടൻസ് ഡിക്രീസ് ചെയ്യും. ഇനി വെള്ളത്തില് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യും. അതാണ് മെയിൻ ഡിഫറൻസ്. ബാക്കി വേറെ വലിയ കാര്യമൊന്നുമില്ല. മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു ആക്ച്വലി? ടെമ്പറേച്ചർ ഇൻക്രീസസ്, മെറ്റാലിക് കണ്ടക്ടൻസ് ഡിക്രീസസ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി ഇവിടെ ഒന്നും വന്നില്ലേ ഇതിൽ കൂടി, അതിൽ എത്ര പെർസെന്റേജ് മാക്സിമം കിട്ടുന്നുള്ളൂ? 30 to 40% കിട്ടുന്നുള്ളൂ എന്നാ പറയുന്നത് ആക്ച്വലി. അത് കേബിൾ ആക്കി കഴിഞ്ഞാൽ 60% കൂടുതൽ വരും. അതുകൊണ്ട് നല്ല ഡെവലപ്ഡ് കൺട്രീസുകളിൽ ഇതെല്ലാം കേബിൾ ആക്കി അണ്ടർ ഗ്രൗണ്ടിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ പക്ഷെ എക്സ്പെൻസ് കൂടുമല്ലോ, ഇനീഷ്യൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടും. അതിന് പകരം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ്, നിങ്ങൾക്കറിയാലോ, ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട് ചെറിയ അല്ലേ, വോൾട്ടേജ് കൂടും. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും? ദൂരെ നിന്ന് വലിക്കുമ്പോൾ ആ വോൾട്ടേജ് കൂടിയിട്ടുള്ള ഹെവി ലൈൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നമുക്ക് പ്രാക്ടീസ് ജീവിക്കേണ്ട അല്ലേ, നമ്മൾ അറിയണമല്ലോ. ഹെവി വോൾട്ടേജ് വരും. ഈ ഹെവി വോൾട്ടേജ് വരുന്ന സമയത്ത് അത് കറണ്ട് എന്ത് ചെയ്യും? കുറവ് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ ഡൊമസ്റ്റിക് ലൈൻ എടുത്ത് വലിക്കും. അതിന് പകരം വയർഡ് ആണെങ്കിൽ അത്രയും പോവില്ല. അതിന്റെ മെയിൻ ഒരു കാര്യം ടെമ്പറേച്ചറും ആണ് ആക്ച്വലി വരുന്നത്. ഓർത്ത് നോക്കാം. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ്, കണ്ടക്ടൻസ് ഏതാ ഇപ്പൊ ഉപയോഗിക്കുന്നതിലേ? വയേർഡ് അല്ലല്ലോ, മറ്റേതാണെങ്കിൽ കവേർഡ് വയേർഡ് ആയിട്ട് വന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഇത്. ഇതാവുമ്പോൾ റിപ്പയർമെന്റ് ഒക്കെ വരും, മറ്റേത് റിപ്പയർ വരുമോ? ഇല്ല. റിപ്പയർ വന്നാലാണ് ഇവിടെ ചില പൊളിറ്റിക്സ്, അതുകൊണ്ട് മാത്രമേ ചെയ്യാത്ത. അല്ലാതെ ഈ റോഡില്ലേ, അല്ലെങ്കിൽ എല്ലാ റോഡും ഇപ്പൊ ഒരു 1 crore ചെയ്യുന്നതെങ്കിൽ അതിനൊരു 10 കോടി രൂപ കൊടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യാം? 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 20 വർഷത്തേക്കോ എന്ത് ചെയ്യണം? അതിൽ റിപ്പയർമെന്റ് വന്നു കഴിഞ്ഞാൽ അവരാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ക്ലോസ് വെച്ചിട്ടാണ് ഡെവലപ്പ് കൺട്രീസുകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ എന്ത് പറ്റും? ആ ക്ലോസ് ചെയ്യുമ്പോൾ ആ ചെയ്യണ ആളെന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റ് വേയിൽ ചെയ്യും, ക്ലിയർ ചെയ്തു പോകും. ഈ നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്രയും നാൾ സേഫ് ആണ് എന്നുള്ളൊരു ഗ്യാരണ്ടിഷിപ്പ് കിട്ടും. അതിന് പകരം ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം പോസ്റ്റ് കൂടും. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നതാണ് വൈറ്റില, ഇപ്പോഴും ബ്ലോക്ക് അല്ലേ. എത്രയോ ആ സമയത്ത് എത്രയോ ബെസ്റ്റ് ഡിസൈൻസ് ആണെന്നറിയോ? നമ്മൾ ഈ ചെറിയൊരു +2 പയ്യൻ വരെ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നതെന്നറിയോ? അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. വേറെ എന്ന് പറയില്ല.
ഈ പറഞ്ഞേക്കുന്ന എല്ലാത്തിലും അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. എനിവേ അതിലേക്കൊന്നും പോകണ്ട, ഇതിലേക്ക് വരാം കേട്ടോ. ഇത്രയൊക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ഏരിയ, ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? ആ, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? പാർഷ്യലി ഡിസോസിയേറ്റ് വെൻ ഡിസോൾഡ് ഇൻ എ വാട്ടർ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ലെ നിയർലി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ്. NaCl വാട്ടറിൽ ഇടുന്ന സമയത്ത് എന്താണ്? ജനറലി അല്ലെങ്കിൽ നിയർലി കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ. രണ്ടാമത്തെ കാറ്റഗറി വീക്ക് ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കും? ഒരു ഗ്രാഫ് വെച്ച് പറയണം. ആ ഗ്രാഫ് എന്താണ്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ആ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തായാലും അത് ഇമ്പോർട്ടന്റ് ആണ്. ഓർമ്മയുണ്ടല്ലോ? ഇത് KCl സ്ട്രോങ് ആണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇത് CH3COH അസറ്റിക് ആസിഡ്, വിനെഗർ എന്നൊക്കെ പറയുന്ന ആള് അല്ലെ, അത് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഈ ഗ്രാഫ് വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ലാംഡ മോളാർ കണ്ടക്ടിവിറ്റി, ഇവിടെ കോൺസെൻട്രേഷൻ റൈസ് ടു 1/2. അത് തന്നെ ആ ക്വസ്റ്റൻ പറയാൻ പോണേ കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, ശരിയല്ലേ? അല്ലെ? ഓർത്ത് നോക്കാം. ഓൺ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കണ്ടക്ടൻസ് കൂടും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടൻസ് കൂടും. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ശരിയല്ലല്ലോ എന്താണ് അല്ലെ? പെട്ടെന്ന് ഒന്നും ആലോചിക്കും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ശരിക്കും കണ്ടക്ടൻസ് കൂടുതലേ ഉണ്ട് അല്ലെ? അതിന് ഒരു കോൺസെൻട്രേഷൻ കുറയ്ക്കും. ഓൺ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ കുറയ്ക്കും. അപ്പൊ എന്ത് പറ്റും? കണ്ടക്ടൻസ് കൂടും. അങ്ങനെ പറയുന്നതിന്റെ കാരണം ഇതാണ്, ഇൻഡിവിജ്വലി കണ്ടക്ടൻസ് കൂടുമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞങ്ങള് 10 പേരുണ്ട്. ആ 10 പേരെടുത്ത് താഴെ നിന്ന് ഒരു 100 ബുക്സ് എടുക്കാൻ പറഞ്ഞു. 100 ബുക്സ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ 10 പേരും ഹാപ്പി ആയിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അല്ലെ? ഓരോരുത്തർ 10 ബുക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കുറെ ആൾക്കാരുണ്ട്. അതിന് പകരം നമ്പർ കുറയ്ക്കുകയാണ്. ആക്ച്വലി പെർ യൂണിറ്റ് ഏരിയ നമ്പർ കുറയ്ക്കുന്ന പോലെ ഇതുപോലത്തെ കുറെ യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു 2 പേരായി കരുതാം. ഞാൻ ഇയാൾ മാത്രമേ ഉള്ളൂ. 100 ബുക്ക് ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. എന്ത് ചെയ്യും? നമ്മുടെ വർക്ക് കൂടുമോ ഇല്ലയോ? അങ്ങനെ കൂടണേ, നമ്മൾ കുറയ്ക്കുകയല്ലേ ചെയ്തേ. അത് കുറയ്ക്കണ സമയത്ത് കൂടുക എന്നല്ലേ പറഞ്ഞേ? അത് തന്നെയാണ്. മനസ്സിലായോ? ഇപ്പൊ കുറച്ചപ്പോ എന്ത് പറ്റി? കൂടി. ആരാ? നമ്മുടെ വർക്ക്. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ആക്ച്വലി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഈ 100 ബുക്ക് എടുക്കാനുള്ള പവർ ഉണ്ട് എന്ന് കരുതി ആൾക്കാർ കൂടുമ്പോൾ നമ്മൾ എടുക്കുവോ? അല്ലേ? ഇപ്പൊ ഞങ്ങള് 10 പേരുണ്ടെന്ന് കരുതാ, ഞാനും ഇയാളും പറയാണ് ഈ 100 ബുക്ക് ഞങ്ങൾക്ക് വേണം, അങ്ങനെ പറയുമോ? ഇല്ല. അതാണ് ആക്ച്വലി അവിടെയാണ് നമ്മൾ ഓർത്ത് നോക്കേണ്ടത്. അപ്പൊ ഓൺ ഡൈല്യൂഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോമൺ സെൻസിൽ അങ്ങനെയല്ലേ ഓർത്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും അല്ലേ? ശരിയാണ്, അങ്ങനെ ആലോചിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഗ്രാഫ് വെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കാം. അങ്ങനെ ആലോചിക്കണം. ഇൻഡിവിജ്വലി എന്ത് ലാംഡയും കൂടും. അതെങ്ങനെ വരും? ഗ്രാജുവലി ആണ് സ്ട്രോങ് എങ്ങനെയാ വരിക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താ? ഓൺ ഡൈല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ്? കോൺസെൻട്രേഷൻ ഡിക്രീസസ്. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസസ് ഗ്രാജുവലി. ഈ ഗ്രാഫ് എങ്ങനെയാ? ഗ്രാജുവലി. ഇതെങ്ങനെയാ വരുന്നത്? വീക്ക് ഇലക്ട്രോലൈറ്റ് സ്റ്റീപ്ലി. എന്താ വരുന്ന വേർഡ്? സ്റ്റീപ്ലി. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഒരു വേർഡ് ഉണ്ട് സ്റ്റീപ്ലി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം വീട്ടിലില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, സ്റ്റീപ്ലി എന്നുള്ള വേർഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ? ഇതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. കണ്ടോ? ഗ്രാഫ് അവിടെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും. കണ്ടോ? ഇവിടെ ഒരു വേർഡ് ഉണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്റ്റീപ്ലി എന്നുള്ള വേർഡ് ഒന്ന് കണ്ടെത്തി. മോളാർ കണ്ടോ? ലാംഡയും ഇൻക്രീസസ് സ്റ്റീപ്ലി. ഇപ്പൊ 2 വേർഡാണ് കേട്ടോ. ഇപ്പൊ 2 വേർഡാണ് കൊണ്ടുവന്നത്. മൂന്നാമത്തെ പോയിന്റ് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ പോയിന്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതെന്താ? വീക്കിന് CH3COH, സ്ട്രോങ്ങിന് KCl ഓർ സോൾട്ടുകളെല്ലാം കേട്ടോ. അപ്പൊ ഇത്ര എത്തുമ്പോൾ ഈ ഒരു ഏരിയയിലുള്ള എന്ത് കഴിയാണ്? ആക്ച്വലി മെയിൻ കണ്ടന്റ് തീരുകയാണ്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് വരാൻ പോകുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ എന്താണ് ആക്ച്വലി മെയിൻ ആയിട്ട്? 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ കേട്ടോ. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ.
ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? Q equal to IT എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റൈറ്റ് ആണ് കേട്ടോ. Q equal to IT എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി അല്ലെ, അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? റിയാക്ഷൻ. അപ്പോ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ചാർജ് പ്രൊപ്പോർഷണൽ ടു കെമിക്കൽ റിയാക്ഷൻ, അതാണ് ഫസ്റ്റ് ലോയിൽ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് വരുന്ന രണ്ട് ഇക്വേഷൻസുകൾ കറക്റ്റ് ആയിട്ട് ഓർത്തുക. Q equal to IT. രണ്ടാമത്തെ ലോയിൽ നിന്നാണ് F equal to M/N. ഓക്കെ, F equal to M/N. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു നോക്കിയേ. ജെബിൻ പറയാന്നാണ്, അവൻ പറഞ്ഞു. സെക്കൻഡ് ലോ. റൈറ്റ്, കണ്ടോ? റൈറ്റ് ആണ്, വെരി ഗുഡ്. തുടങ്ങിക്കോ, അന്ന് തുടക്കം കൊടുത്തു നോക്കി, മറച്ചു. അതന്നെ, ആ പേജ് അവിടെ ലാസ്റ്റ് ലൈൻ അത് തന്നെ അവിടെ. നീ പറഞ്ഞു. The amount of different substance liberated by the same quantity. ആ മൈൻഡ് കൊണ്ട് same quantity of electricity. ഇനി പറഞ്ഞു proportional to chemical equivalent weight. M/N ആണ് chemical equivalent weight എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. എങ്ങനെയാ? ഒന്ന് തുടങ്ങി. The amount of different substance liberated by the same quantity of electricity proportional to chemical equivalent weight കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ അത് പറയേണ്ടി വരും. ഇനി ഇത് എങ്ങനെയാ വന്നേക്കണേന്ന് നോക്കിയേ. ഇവിടെ നോക്കിയേ, കോപ്പറിന്റെ ആറ്റമിക് മാസ് എത്രയാ? 63 അല്ലെ? ഓർത്ത് നോക്കുക, കോപ്പർ ആറ്റമിക് മാസ് 63. അപ്പോ ഇവിടെ ഞാൻ 1 ഫാരഡേ എന്ന് പറഞ്ഞ എത്രയാ വാല്യൂ? 965000 കോളും ഇത്രയും പാസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ കോപ്പർ ആണെങ്കിൽ 63/2 ഗ്രാം. ഈ 2 എന്താണ്? കോപ്പർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. Cu2 + 2 ഇലക്ട്രോൺ. എത്രയാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാലോ കോപ്പറിന്റെ അല്ലെ? 2 ആണ്. കോപ്പറിന് +1 ഉണ്ട് +2 ഉണ്ട്. ഏതാ സ്റ്റേബിൾ? Y. വെരി ഗുഡ്. ആരാ പറഞ്ഞത്? വെരി ഗുഡ്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, അത് ഡി ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. കോപ്പർ അക്വസ് സൊല്യൂഷനില് എന്തായിരിക്കും? Cu അല്ലെ? എന്തുകൊണ്ടാന്ന് ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിലാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചേക്കും. Cu+ ആണ്. ഒരു കോമ്പൗണ്ടിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരെണ്ണം +1 0 ആയ, +1 2+ ആയ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരു എലമെന്റിന് അവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്രൊപ്പോർഷൻ വരും. അങ്ങനെ ഡിസ്പ്രൊപ്പോർഷൻ വന്നിട്ട് ഹൈഡ്രേഷൻ എന്താൽപ്പിയിൽ വേരിയേഷൻ വരും. അപ്പോൾ ഹൈഡ്രേഷൻ എന്താൽപ്പിയിൽ വേരിയേഷൻ വന്നിട്ട് ഈ +1 സ്റ്റേബിൾ എന്തായി മാറും? +2. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ശരിക്കും +1 അല്ലേ വരണ്ടേ? കോപ്പറിന്റെ എന്തായിരുന്നു? 4s1 3d10. ഒരു ഇലക്ട്രോൺ പോയാൽ 3d10 അല്ലേ സ്റ്റേബിൾ ആവണം. അപ്പൊ നോർമലി ആലോചിക്കുമ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് അത് ബെസ്റ്റ് ക്വസ്റ്റൻ ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അത് അവിടെ വന്നേക്കുന്നതാണ്. അപ്പൊ ഇവിടെ 2 ആണ്, ഇത് കണ്ടോ 2 ഗ്രാം. അപ്പൊ കോപ്പർ 1 ഫാരഡേ കൊടുത്താൽ 63.2 ഗ്രാം വരും അല്ലെ? ഇത്രയും കോപ്പർ വന്നു. ഇനി നോക്കിയേ, അല്ല ഓക്കെ. നെക്സ്റ്റ് സിൽവർ ആണെങ്കിൽ, സിൽവറിന്റെ ആറ്റമിക് മാസ് എത്രയാ? 108. അപ്പോ 1 ഫാരഡേ സിൽവർ കൊടുത്താൽ എന്ത് വരും? 108/1 gram of Ag. ഇത് രണ്ടും 1 ഫാരഡേ അല്ലേ? ഈ ഡെഫിനിഷൻ പഠിക്കാം. ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദി എങ്ങനെയായിരുന്നു? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ സെയിം കണ്ടോ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കൊടുത്താൽ ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ഉണ്ടാവും അല്ലെ? പക്ഷേ ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? എങ്ങനെയാ റിലേഷൻ? കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി. Q equal to IT, F equal to M/N. ദെൻ രണ്ടാമത് ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ വരിക? അതാണ് W is equal to, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലേ ഇക്വേഷൻ പഠിച്ചിരിക്കണം, M/NF into IT. നമ്മൾ ZIT എന്ന് പറഞ്ഞ് ഗൈഡുകളിൽ കാണാറുണ്ട്. അത് വേണ്ട, ഇത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. കുറച്ചും കൂടി അത് കംഫർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ Z എന്താന്ന് എഴുതിയില്ലെങ്കിൽ അവന്മാര് മാർക്ക് തരൂല. Q equal to NF equal to IT എന്നുള്ളതല്ല, Q equal to IT ആവും.
എൻ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എൻ എഫ് ഈസിക്കൽ ടു എം മാസ് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അത് വരുന്ന ടെക്സ്റ്റുകളിലെ ഒരു ബാക്കിൽ ക്വസ്റ്റൻ ഉണ്ട്. ഈ 63 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര ഫാരഡേ എന്നൊക്കെ വരും. അതാണ് എൻ എഫ്. എൻ എഫ് നല്ല ഉദ്ദേശം കേട്ടത് എൻ എഫ് കേട്ടോ. അപ്പൊ എൻ എഫ് എന്ന് പറഞ്ഞാൽ ജി എം എമ്മിന് ഈക്വലന്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 1 മോൾ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണം, എത്ര ഫാരഡേ ആയിരിക്കും? 3 ഫാരഡേ. അലൂമിനിയം എന്താ അല്ലെ? അലൂമിനിയത്തിൽ എത്രയാ? Al 3+ അല്ലേ? അപ്പൊ എന്ത് വരും? ഇവിടെ 3 വരും. ഇപ്പൊ എഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 3 ഫാരഡേ. 1 മോൾ ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പൊ എത്രയായിരിക്കും? 2 ഫാരഡേ. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരണം. അങ്ങനെയാണ് എങ്കിൽ അവർ ചോദിക്കുന്നു 100 ഗ്രാം ഓഫ് അലൂമിനിയം ഡെപ്പോസിറ്റഡ് ദ ഇലക്ട്രോഡ് വിച്ച് ഫാരഡേ? 100 ഗ്രാം ഓഫ് അലൂമിനിയം എത്ര ഫാരഡേ ആണ്? അലൂമിനിയത്തിന്റെ മോളാർ മാസ് 27. ഐഡിയ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മോളാർ മാസ് ആണ്. അപ്പൊ കോപ്പറിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം അല്ലേ പറഞ്ഞത്? അലൂമിനിയം 27 ഗ്രാം ആണ്. അപ്പൊ 27 ഗ്രാമിന് എത്ര വേണം? ഇവിടെ 3 കൊടുക്കണം. അപ്പൊ എന്ത് വരും? 27 ഗ്രാം എത്രയാ? 3 ഫാരഡേ. Therefore 1 gram equal to 3 Faraday divided by 27. Therefore 100 gram equal to 3 Faraday. 3 into 100 by 27 Faraday. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും കേട്ടോ. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഇതും കൂടി അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ഈ ക്വസ്റ്റൻ എഴുതണം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. W is equal to M/NF into IT. ഈ W എന്താണെന്ന് എഴുതണം. W എന്താണ്? വെയിറ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ്. വെയിറ്റ് വേണമെന്നില്ല, മാസ് ഓർ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ ഇലക്ട്രോഡ് കേട്ടോ. ക്വസ്റ്റൻ അങ്ങനെ തന്നെ വരും. വെയിറ്റ് ഓർ മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ത് പറ്റി? ഡെപ്പോസിറ്റഡ് ഇൻ ഇലക്ട്രോഡ് കേട്ടോ. ഓക്കെ. വെയിറ്റ് ഓർ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ ഇലക്ട്രോഡ്, അതാണ് W കേട്ടോ. ഓക്കെ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഐയൊക്കെ അറിയാലോ. ടി എന്തായിരിക്കണം എപ്പോഴും? സെക്കൻഡ് കേട്ടോ. ശ്രദ്ധിക്കുക, ടൈം ഇവിടെ സെക്കൻഡ് ആണ്. ഇനി കെമിക്കൽ കൈനറ്റിക്സിൽ ടൈം എന്തായിരിക്കും? എന്താണോ തരുന്നത് അത് എടുത്തേക്കാം കേട്ടോ. ഇയർ ആണെങ്കിൽ ഇയർ, അത് മാറ്റാനൊന്നും പോണ്ട, ഒരേപോലെ ആക്കണമെന്നുള്ളൂ. ഈ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ടി എന്തായിരിക്കണം? സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് വരുന്ന പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അത് നമ്മൾ കണ്ടവാരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ 5 ക്വസ്റ്റ്യൻസ് കാണാൻ പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. 2 ക്ലാസ്സിൽ ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് കേട്ടോ. ഓക്കെ. 5 സബ്സ്റ്റൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് ട്രിക്ക് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സിൽവർ ആണ് വരുന്നതെങ്കിൽ, സിൽവർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കാഥോഡിൽ ആനോഡിൽ എന്തായിരിക്കും? സഞ്ജയ്? സിൽവർ. സിൽവർ ക്ലോറൈഡ് AgCl2. വാട്ടർ അക്വസ് AgCl2. അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ AgCl2. ആനോഡും കാഥോഡും പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കാം. ആനയോൺ മൂവ് ടു ആനോഡ് എന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ തുടങ്ങുന്നതാ. ആനയോൺ മൂവ് ടു ആനോഡ്. ആനയോൺ ആരാ അതില്? Cl മൈനസ്. മൈനസിനെയാണ് ആനയോൺ എന്ന് പറയുന്നത് കണ്ടോ. ഓർത്തോ. Cl മൈനസ് ആണ് ആനയോൺ. പിന്നെ എന്തുണ്ട്? OH മൈനസ് ഉണ്ട്. അവരും എന്ത് തന്നെയാ? ആനയോണാണ്. അപ്പൊ പറഞ്ഞേക്കുന്ന ഓർത്തു വെക്കുക. ക്ലോറിൻ വന്ന ഓൾവേസ് ക്ലോറിൻ. ക്ലോറിൻ വന്ന ഓൾവേസ് ക്ലോറിൻ. Cl പോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓവർ പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. എന്ത് വരുന്നത്? ഓവർ പൊട്ടൻഷ്യൽ. റീസൺ ചോദിച്ചാൽ അപ്പൊ ആ വേർഡ് എഴുതി വെച്ചു. ക്ലോറിന്റെ കേസ്. ഈ 2 കേസും നിങ്ങൾക്ക് വരുള്ളൂ. ഇനി മറ്റേതെന്താ? Ag ആണ്. Ag എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്തൊരു കേസും കൂടി ഉള്ളൂ ഓർത്ത് വെക്കാനായിട്ട്. Agക്ക് ഒഴിച്ച് ബാക്കിയുള്ള സാധാരണ എലമെന്റ്, ഇപ്പൊ കോപ്പർ സൾഫേറ്റ് അല്ലെ, Agയും കോപ്പർ സൾഫേറ്റും ഒരേ കാറ്റഗറി വരുന്നതാണ് ആക്ച്വലി. അല്ലാതെ സോഡിയം ക്ലോറൈഡ് വരും വരും ഇവിടെ ഓർത്ത് നോക്കുക. അതാ പറഞ്ഞേ. ഓക്കെ. ഇനി
ഈ കേസ് തന്നെ NaCl ടെക്സ്റ്റുകളാണ്. NaCl അക്വസ് NaCl. അങ്ങനെ വരുമ്പോ ഇവിടെ Cl അവിടെ തന്നെ വരുന്നു. ഇനി Na സോഡിയം ആണ്, സോഡിയം Na+ ആണ്, H+ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ആരുടെ അടുത്തേക്ക് പോകും? കാഥോഡ്. കാറ്റയോൺ മൂവ് ടു കാഥോഡ്. അങ്ങനെ പോകുമ്പോ സോഡിയം എന്തായിരിക്കും? ഡെപ്പോസിറ്റ് ചെയ്യില്ല, ഹൈഡ്രജൻ വരും. എന്തുകൊണ്ടാ? ഹൈഡ്രജന് 0 ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഹൈഡ്രജന് അപ്പൊ എന്തായിരുന്നു? എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് കാഥോഡില് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് വരിക അല്ലെ? അപ്പൊ ഹൈഡ്രജന് 0 ആണ്, ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ആനോഡിൽ ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓവർ പൊട്ടൻഷ്യൽ വരും. അതുകൊണ്ട് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ആര് വരണം? ക്ലോറിൻ വരണം. അല്ലാതെ വെള്ളമാണ് എങ്കിൽ ആര് വരും? എപ്പോഴും OH മൈനസ് ഓക്സിജൻ. കേട്ടോ, ഓർത്ത് വെക്കാം. വരില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓരോ ഇലക്ട്രോൺ മാറ്റൂലേ, അതനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വ്യത്യാസം വന്നിട്ട് പ്രൊഡക്റ്റ് വരും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസും ഇതും കൂടി ഒന്ന് ഓർത്ത് നോക്കാം. അത് ഓർത്തിരിക്കാനുള്ള ടിപ്പാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ചെയ്യാം. പിന്നെ ബാറ്ററി ആണ് കേട്ടോ. ബാറ്ററി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. ബാറ്ററി ഏതൊക്കെയുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്. ബാറ്ററി എന്താ? പ്രൈമറി, സെക്കൻഡറി, പിന്നെന്തായിരുന്നു? ഫ്യൂവൽ സെൽ, പിന്നെന്തായിരുന്നു ആക്ച്വലി കൊറോഷൻ. പ്രൈമറി ബാറ്ററി 2 എണ്ണം. പ്രൈമറി ബാറ്ററി ലെക്ലാഞ്ചൽ സെൽ ഓർ ഡ്രൈ സെൽ. പിന്നെന്തായിരുന്നു? മെർക്കുറി സെൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി കേട്ടോ. ഇതിന് ആനോഡ്, കാഥോഡ്, യൂസ് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് റിയാക്ഷൻ പഠിക്കണം. റിയാക്ഷൻ എഴുതി ക്ലിയർ ചെയ്ത് മാറ്റി പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ. ദെൻ ഫ്യൂവൽ സെല്ല് ഹൈഡ്രജൻ, ഓക്സിജൻ. ഡെഫിനിഷൻ ഓഫ് ഫ്യൂവൽ സെൽ ഒന്ന് പറഞ്ഞു. എ ഗാൽവാനിക് സെൽ പറഞ്ഞോ? ശരിയാ. ആരും പറഞ്ഞു? എ ഗാൽവാനിക് സെൽ ഡയറക്ട്ലി കൺവേർട്ട് ടു ആരൊക്കെയാണ്? അപ്പൊ തുടക്കം അങ്ങനെയല്ല കേട്ടോ. എ കമ്പസ്റ്റബിൾ ഗ്യാസ് ലൈക്ക് മീഥെയിൻ, ഈഥെയിൻ അല്ലെ, ഹൈഡ്രജൻ എക്സെട്ര അല്ലെ, കൺവേർട്ട് ടു എന്താണ് ആക്ച്വലി? കമ്പഷൻ അല്ലെ. കമ്പസ്റ്റബിൾ ഗ്യാസ് ഡയറക്ട്ലി കൺവേർട്ട് ടു എ ഇലക്ട്രിക്കൽ എനർജി കേട്ടോ. ഓക്കെ. അപ്പൊ ഓർത്ത് വെക്കാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മറക്കരുത് 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ? സാമ്പിൾ പേപ്പർ നിങ്ങൾ ചെയ്തിട്ട് പിൻ ചെയ്ത് കൊണ്ടുവരണം. അതിന്റെ ഡിസ്കഷൻ കുറച്ച് നേരം ഉണ്ടാവും എന്തായാലും. എന്നിട്ടേ നമ്മൾ ഇടുകയുള്ളൂ. അതങ്ങനെ പറഞ്ഞ് തീർന്നു കഴിയുമ്പോൾ അടുത്ത് വരും. അങ്ങനെ 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 ചെയ്തു പോവാം. നിന്ന് തന്നത് കേട്ടോ. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.